എപ്പികൾച്ചർ എന്നാൽ എന്ത്? വാണിജ്യ ആവശ്യങ്ങൾക്കായി തേൻ ഉത്പാദനം, തേനീച്ചകളെ വളർത്തുന്നതും പരിപാലിക്കുന്നതും കാർഷിക ആവശ്യങ്ങൾക്കായി വിളകളുടെ പരാഗണം, തേനീച്ചകളെ ഉപയോഗിക്കുന്നതുമാണ്. തേനീച്ചകളെ വാണിജ്യപരമായി തേൻ, മെഴുക് എന്നിവ ഉൽപ്പാദിപ്പിക്കാനും വിളകളുടെ പരാഗണത്തിന് ഉപയോഗിക്കാനുമായി വളർത്തുന്ന രീതിയാണ് എപ്പികൾച്ചർ, ആപ്പിക്കൾച്ചർ. ഇത് കാർഷിക സമ്പദ്വ്യവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും പ്രധാനമാണ്. എവികൾച്ചർ എന്നാൽ എന്ത്? പക്ഷികളെ വളർത്തുന്നതും പരിപാലിക്കുന്നതുമാണ്. പക്ഷികളെ വളർത്തുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള ശാസ്ത്രീയ രീതിയാണ് എവികൾച്ചർ, ഏവക്കൾച്ചർ. ഇത് വളർത്തുപക്ഷികളെയും വാണിജ്യപരമായ ആവശ്യങ്ങൾക്കുള്ള പക്ഷികളെയും ഉൾക്കൊള്ളുന്നു. അക്വാകൾച്ചർ എന്നാൽ എന്ത്? ഭക്ഷണത്തിനായി ജലജീവികളെ വളർത്തുന്നതോ ജലസസ്യങ്ങളെ കൃഷി ചെയ്യുന്നതോ ആണ്. ഭക്ഷ്യ ആവശ്യങ്ങൾക്കായി ജലജീവികളെ, മത്സ്യം, കക്കകൾ വളർത്തുന്നതിനെയും ജലസസ്യങ്ങളെ കൃഷി ചെയ്യുന്നതിനെയും അക്വാകൾച്ചർ, ആക്വക്കൾച്ചർ എന്നു പറയുന്നു. ഇത് ലോകമെമ്പാടുമുള്ള ഭക്ഷ്യസുരക്ഷയ്ക്ക് പ്രധാനമാണ്. അഗ്രികൾച്ചർ എന്നാൽ എന്ത്? ഭൂമി കൃഷി ചെയ്യുക, വിളകൾ വളർത്തുക, കന്നുകാലികളെ പോറ്റുക, പ്രജനനം നടത്തുക, വളർത്തുക എന്നിവയുമായി ബന്ധപ്പെട്ട ശാസ്ത്രം, കല അല്ലെങ്കിൽ തൊഴിൽ. ഭൂമി കൃഷി ചെയ്യുന്നതിനെയും വിളകൾ വളർത്തുന്നതിനെയും കന്നുകാലികളെ വളർത്തുന്നതിനെയും പരിപാലിക്കുന്നതിനെയും കുറിച്ചുള്ള ശാസ്ത്രവും കലയും തൊഴിലുമാണ് അഗ്രികൾച്ചർ, അഗ്രികൾച്ചർ അഥവാ കൃഷി. മനുഷ്യന്റെ നിലനിൽപ്പിന് ഇത് അത്യന്താപേക്ഷിതമാണ്. ആൽഗകൾച്ചർ എന്നാൽ എന്ത്? ആൽഗകളെ വളർത്തുന്ന ഒരുതരം അക്വാകൾച്ചർ ആണിത്. ആൽഗകളെ, ആൽഗി, പോഷക ആവശ്യങ്ങൾക്കും ജൈവ ഇന്ധന നിർമ്മാണത്തിനും മറ്റു വ്യാവസായിക ആവശ്യങ്ങൾക്കുമായി വളർത്തുന്ന രീതിയാണ് ആൽഗകൾച്ചർ, ആൽഗക്കൾച്ചർ. ഇത് അക്വാകൾച്ചറിന്റെ ഒരു ഉപവിഭാഗമാണ്. സെറികൾച്ചർ എന്നാൽ എന്ത്? അസംസ്കൃത പട്ട് ഉത്പാദിപ്പിക്കുന്നതിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന പ്രക്രിയ. അസംസ്കൃത പട്ട്, റോ സിൽക്ക് ഉത്പാദിപ്പിക്കുന്നതിനായി പട്ടുനൂൽ പുഴുക്കളെ, സിൽക്ക് വേംസ് വളർത്തുന്ന രീതിയാണ് സെറികൾച്ചർ, സെറികൾച്ചർ. ഇത് ഒരു പരമ്പരാഗത വ്യവസായവും നിരവധി രാജ്യങ്ങളുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് പ്രധാനവുമാണ്. സിൽവികൾച്ചർ എന്നാൽ എന്ത്? വനവൃക്ഷങ്ങളെ കൃഷി ചെയ്യുന്നതാണ്. വനവൃക്ഷങ്ങളെ ശാസ്ത്രീയമായി വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന രീതിയാണ് സിൽവികൾച്ചർ, സിൽവക്കൾച്ചർ. തടി ഉത്പാദനം, പരിസ്ഥിതി സംരക്ഷണം, വനങ്ങളുടെ പുനരുജ്ജീവനം എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സ്പോഞ്ചികൾച്ചർ എന്നാൽ എന്ത്? സ്പോഞ്ചുകളെ വളർത്തുന്നതാണ്. സ്പോഞ്ചുകളെ, സ്പഞ്ചേഴ്സ്, വാണിജ്യ ആവശ്യങ്ങൾക്കായി വളർത്തുന്ന രീതിയാണ് സ്പോഞ്ചികൾച്ചർ, സ്പഞ്ചക്കൾച്ചർ. പ്രകൃതിദത്ത സ്പോഞ്ചുകളുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി ഈ കൃഷിരീതിക്ക് പ്രാധാന്യമുണ്ട്. കാനികൾച്ചർ എന്നാൽ എന്ത്? നാക്കളെ വളർത്തുന്നതും പ്രജനനം നടത്തുന്നതുമാണ്. നാക്കളെ പ്രജനനം നടത്തുകയും വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ശാസ്ത്രീയ രീതിയാണ് കാനികൾച്ചർ, കാനക്കൾച്ചർ. ഇത് വളർത്തുനാക്കളുടെയും വിവിധ ആവശ്യങ്ങൾക്കായുള്ള നായ്ക്കളുടെയും പരിപാലനത്തെ ഉൾക്കൊള്ളുന്നു. എന്താണ് ഒലറികൾച്ചർ, ഒലറിക്കൾച്ചർ? ഇത് പച്ചക്കറി കൃഷിയാണ്. ഒലറികൾച്ചർ എന്നത് ശാസ്ത്രീയമായ രീതിയിൽ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഭക്ഷ്യാവശ്യങ്ങൾക്കായി ഉദ്യാനങ്ങളിലും കൃഷിസ്ഥലങ്ങളിലും പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് ആർബറികൾച്ചർ, ആർബറിക്കൾച്ചർ? ഇത് മരങ്ങളുടെയും കുറ്റിച്ചെടികളുടെയും കൃഷിയാണ്. ആർബറികൾച്ചർ എന്നത് വൃക്ഷങ്ങളെയും കുറ്റിച്ചെടികളെയും അവയുടെ ആരോഗ്യവും വളർച്ചയും സംരക്ഷിക്കുന്നതിനായി പരിപാലിക്കുന്ന ശാസ്ത്രമാണ്. നഗരപ്രദേശങ്ങളിലും പൂന്തോട്ടങ്ങളിലും മരങ്ങളുടെ സംരക്ഷണത്തിന് ഇത് പ്രാധാന്യമർഹിക്കുന്നു. എന്താണ് ഒലിഗോകൾച്ചർ, ഒലിഗോകൾച്ചർ? ഇത് കുറഞ്ഞ എണ്ണം വിളകളെയോ സ്പീഷീസുകളെയോ മാത്രം കൃഷി ചെയ്യുന്ന രീതിയാണ്. ഒലിഗോകൾച്ചർ എന്നത് പരിമിതമായ വിളകൾക്കോ സസ്യജാലങ്ങൾക്കോ മാത്രം പ്രാധാന്യം നൽകി കൃഷി ചെയ്യുന്ന രീതിയാണ്. വലിയ അളവിൽ വൈവിധ്യമൊഴിവാക്കി ഏതാനും ചില ഇനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്താണ് ഓലിക്കൾച്ചർ, ഓലിയക്കൾച്ചർ? ഇത് ഒലിവുകളുടെ ഉത്പാദനം, സംസ്കരണം, വിപണനം എന്നിവയാണ്. ഓലിക്കൾച്ചർ എന്നത് ഒലിവ് മരങ്ങളുടെ കൃഷി, ഒലിവ് കായകളുടെ വിളവെടുപ്പ്, എണ്ണയായും മറ്റ് ഉൽപ്പന്നങ്ങളായും സംസ്കരിക്കുന്നത്, അവയുടെ വിപണനം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാർഷിക മേഖലയാണ്. എന്താണ് ഹെലികൾച്ചർ, ഹെലികൾച്ചർ?
ഇത് ഒച്ചുകളെ വളർത്തുന്നതും പരിപാലിക്കുന്നതുമായ ഒരു രീതിയാണ്. ഹെലികൾച്ചർ എന്നത് ഭക്ഷ്യാവശ്യങ്ങൾക്കും മറ്റു വ്യാവസായിക ആവശ്യങ്ങൾക്കുമായി ഒച്ചുകളെ ശാസ്ത്രീയമായി വളർത്തുന്നതിനെയാണ്. ഫ്രാൻസിലെ എസ്കാർഗോ പോലുള്ള വിഭവങ്ങളിൽ ഒച്ചുകൾ ഉപയോഗിക്കുന്നു. എന്താണ് വെർമികൾച്ചർ, വെർമക്കൾച്ചർ? കാർഷിക ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി മണ്ണിരകളെ വളർത്തുന്ന രീതിയാണിത്. വെർമികൾച്ചർ എന്നത് മണ്ണിരകളെ ഉപയോഗിച്ച് ജൈവവളങ്ങൾ, വെർമി കമ്പോസ്റ്റ്, നിർമ്മിക്കുകയും മണ്ണിന്റെ ഫലഭൂയിഷ്ഠിത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാങ്കേതികവിദ്യയാണ്. പരിസ്ഥിതി സൗഹൃദ കൃഷിരീതികളിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. എന്താണ് വിറ്റികൾച്ചർ, വെറ്റക്കൾച്ചർ? ഇത് മുന്തിരിവള്ളികളുടെ കൃഷിയാണ്. വിറ്റികൾച്ചർ എന്നത് വീഞ്ഞുണ്ടാക്കുന്നതിനും പഴമായും ഉണക്കമുന്തിരിയായും ഉപയോഗിക്കുന്നതിനായി മുന്തിരിവള്ളികളെ വളർത്തുന്നതിനെയാണ്. ലോകമെമ്പാടുമുള്ള വീഞ്ഞ് വ്യവസായത്തിന്റെ അടിസ്ഥാനം ഈ കൃഷിയാണ്. എന്താണ് മോറികൾച്ചർ, മോറക്കൾച്ചർ? ഇത് മൾബറി കൃഷിയാണ്. മോറികൾച്ചർ എന്നത് പട്ടുനൂൽ പുഴുക്കൾക്ക് ആഹാരമായി ഉപയോഗിക്കുന്ന മൾബറി ചെടികൾ വളർത്തുന്നതിനെയാണ്. പട്ടുനൂൽ വ്യവസായത്തിൽ ഇത് ഒരു അവിഭാജ്യ ഘടകമാണ്. എന്താണ് സിട്രികൾച്ചർ, സിട്രിക്കൾച്ചർ? ഇത് സിട്രസ് പഴങ്ങളുടെയോ ഉൽപ്പന്നങ്ങളുടെയോ കൃഷിയാണ്. സിട്രികൾച്ചർ എന്നത് നാരകം, ഓറഞ്ച്, നാരങ്ങ തുടങ്ങിയ സിട്രസ് വിഭാഗത്തിൽപ്പെട്ട പഴങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതിനെയാണ്. ലോകമെമ്പാടുമുള്ള പഴവർഗ്ഗ വ്യവസായത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. എന്താണ് പോമോളജി, പമോളജി? ഇത് പഴം കൃഷിയെക്കുറിച്ചുള്ള പഠനശാഖയാണ്. പോമോളജി എന്നത് പഴവർഗ്ഗ സസ്യങ്ങളുടെ കൃഷി, പരിപാലനം, വിളവെടുപ്പ്, സംസ്കരണം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഹോർട്ടിക്കൾച്ചറിന്റെ ഒരു ശാഖയാണ്. പഴങ്ങളുടെ ഗുണമേന്മയും ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ ഈ പഠനം സഹായിക്കുന്നു. ഹൈഡ്രോപോണിക്സ് അല്ലെങ്കിൽ എയറോപോണിക്സ്, എയറോകൾച്ചർ എന്നാൽ എന്ത്? ഇത് മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന രീതിയാണ്. ഹൈഡ്രോപോണിക്സ് എന്നത് മണ്ണില്ലാതെ വെള്ളവും പോഷകലായനികളും ഉപയോഗിച്ച് സസ്യങ്ങളെ കൃഷി ചെയ്യുന്ന നൂതന സാങ്കേതികവിദ്യയാണ്. ഇതിന് സമാനമായ എയറോപോണിക്സിൽ സസ്യങ്ങളെ വായുവിൽ അല്ലെങ്കിൽ മൂടൽമഞ്ഞുള്ള പരിതസ്ഥിതിയിൽ വളർത്തുന്നു. ഈ രീതികൾ ജലസേചനത്തിനും കൃഷിഭൂമിക്കും കുറഞ്ഞ ഇടം മതി എന്നതിനാൽ ആധുനിക കൃഷിയിൽ പ്രാധാന്യമർഹിക്കുന്നു. വെജികൾച്ചർ എന്നാൽ എന്ത്? ഇത് പച്ചക്കറികളുടെ കൃഷിയും സസ്യങ്ങളുടെ, പ്രത്യേകിച്ച് വേരുകളിൽ നിന്ന് പ്രത്യുൽപാദനം നടത്തുന്ന വിളകൾ, കൃഷിയുമാണ്. വെജികൾച്ചർ എന്നത് പച്ചക്കറികളുടെയും പ്രത്യേകിച്ച് വേരുകളിൽ നിന്നോ കാണ്ഡത്തിൽ നിന്നോ വെജിറ്റേറ്റീവ് പ്രജനനം വഴി വളർത്തുന്ന വിളകളുടെയും കൃഷിരീതിയെയാണ് സൂചിപ്പിക്കുന്നത്. കിഴങ്ങുവർഗ്ഗങ്ങളായ മരച്ചീനി, ചേമ്പ്, കാച്ചിൽ എന്നിവയുടെ കൃഷി ഇതിന് ഉദാഹരണമാണ്. ഇത് പരമ്പരാഗത കാർഷിക രീതികളിലെ ഒരു പ്രധാന വിഭാഗമാണ്. ഓക്സിനുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സസ്യ ഹോർമോൺ ഏതാണ്? സൈറ്റോകിനിൻ. സൈറ്റോകിനിൻ ഒരു സസ്യ ഹോർമോണാണ്. ഇത് ഓക്സിനുമായി ചേർന്ന് സസ്യകോശങ്ങളുടെ വിഭജനം, വളർച്ച, വികാസം എന്നിവയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ രണ്ട് ഹോർമോണുകളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ സസ്യങ്ങളിൽ വേരുകളുടെയും കാണ്ഡങ്ങളുടെയും വളർച്ചയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. സസ്യങ്ങളിലെ തന്മാത്രാ സംശ്ലേഷണത്തിൽ സൈറ്റോകിനിന്റെ പങ്ക് എന്താണ്? ഇത് പ്രോട്ടീന്റെയും ആർഎൻഎയുടെയും ഉത്പാദനത്തിന് സഹായകമാണ്. സൈറ്റോകിനിൻ സസ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ്. ഇത് കോശവിഭജനത്തെയും വികാസത്തെയും സഹായിക്കുന്നു. പ്രോട്ടീന്റെയും ആർഎൻഎയുടെയും ഉത്പാദനത്തിൽ സൈറ്റോകിനിൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് സസ്യങ്ങളുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും മെറ്റബോളിസത്തിനും അത്യന്താപേക്ഷിതമാണ്. അബ്സിസിക് ആസിഡ് കണ്ടുപിടിച്ചത് ആരാണ്? ഡബ്ല്യു. സിസ്റ്റർ ല്യൂവും HR. കെയേൻസും. അബ്സിസിക് ആസിഡ്, അബ, സസ്യങ്ങളിലെ ഒരു പ്രധാന ഹോർമോണാണ്. ഇത് സസ്യങ്ങളുടെ വളർച്ചയെയും വികാസത്തെയും നിയന്ത്രിക്കുന്നു. WC ല്യൂവും HR. കെയേൻസും ചേർന്നാണ് ഈ ഹോർമോൺ കണ്ടുപിടിച്ചത്. സസ്യങ്ങളിലെ സമ്മർദ്ദ പ്രതികരണങ്ങൾ, വിത്ത് ഉറക്കം, ഇല പൊഴിയൽ എന്നിവയിലും ഇതിന് നിർണായകമായ പങ്കുണ്ട്. വിത്തുകളുടെ ഉറക്കത്തെ പ്രേരിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും പ്രാഥമികമായി കാരണമാകുന്ന സസ്യ ഹോർമോൺ ഏതാണ്? അബ്സിസിക് ആസിഡ്. അബ്സിസിക് ആസിഡ്, അബ, വിത്തുകളുടെ ഉറക്കത്തെ പ്രേരിപ്പിക്കുന്നതിലും നിലനിർത്തുന്നതിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് പ്രതികൂല സാഹചര്യങ്ങളിൽ വിത്ത് മുളയ്ക്കുന്നത് തടയുകയും അനുയോജ്യമായ സമയത്ത് മുളക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ ഹോർമോൺ സസ്യങ്ങളെ പാരിസ്ഥിതിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും സഹായിക്കുന്നു.
സസ്യങ്ങളുടെ വാർദ്ധക്യത്തിൽ അബ്സിസിക് ആസിഡ് എന്ത് പ്രധാന പങ്കാണ് വഹിക്കുന്നത്? ഇത് ഇലകൾ കൊഴിയുന്നതിൽ അബ്സിഷൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അബ്സിസിക് ആസിഡ് സസ്യങ്ങളുടെ വാർദ്ധക്യത്തിലും സെനസെൻസ് ഇലകൾ കൊഴിയുന്നതിലും അബ്സിഷൻ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു സസ്യ ഹോർമോണാണ്. സസ്യങ്ങൾക്ക് പോഷകങ്ങൾ ആവശ്യമായി വരുന്ന സാഹചര്യങ്ങളിൽ പഴകിയ ഇലകളെ കൊഴിച്ച് ഊർജ്ജം സംരക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു. വാതക രൂപത്തിൽ കാണപ്പെടുന്ന സസ്യ ഹോർമോൺ ഏതാണ്? എഥിലീൻ. എഥിലീൻ സസ്യങ്ങളിലെ അദ്വിതീയമായ ഒരു ഹോർമോണാണ്. ഇത് വാതക രൂപത്തിൽ കാണപ്പെടുന്നു. പഴങ്ങൾ പാകമാകാൻ സഹായിക്കുന്നത് ഉൾപ്പെടെ സസ്യങ്ങളുടെ വളർച്ചയുടെയും വികാസത്തിന്റെയും പല ഘട്ടങ്ങളിലും ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. സസ്യങ്ങളുടെ സമ്മർദ്ദ പ്രതികരണങ്ങളിലും എഥിലീൻ സ്വാധീനം ചെലുത്തുന്നു. പഴങ്ങളിൽ എഥിലീന്റെ പ്രധാന ധർമ്മം എന്താണ്? ഇത് പഴങ്ങൾ പാകമാകാൻ സഹായിക്കുന്നു. എഥിലീൻ ഒരു വാതക രൂപത്തിലുള്ള സസ്യ ഹോർമോണാണ്. ഇത് പഴങ്ങൾ പാകമാകുന്ന പ്രക്രിയയിൽ ഫ്രൂട്ട് റൈപ്പനിംഗ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എഥിലീന്റെ സാന്നിധ്യത്തിൽ പഴങ്ങൾ മൃദുവാകുകയും നിറം മാറുകയും മധുരം കൂടുകയും ചെയ്യുന്നു. വാണിജ്യപരമായ പഴവർഗ്ഗങ്ങളുടെ സംഭരണത്തിലും വിപണനത്തിലും ഇത് ഉപയോഗിക്കപ്പെടുന്നു. പരിസ്ഥിതിശാസ്ത്രം അക്കോളജി എന്നാൽ എന്ത്? ജീവികളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ജീവശാസ്ത്ര ശാഖയാണ് ഇത്. പരിസ്ഥിതിശാസ്ത്രം എന്നത് ജീവികളും അവയുടെ ഭൗതികവും ജൈവികവുമായ ചുറ്റുപാടുകളും തമ്മിലുള്ള സങ്കീർണമായ ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. ഇത് ആവാസവ്യവസ്ഥകൾ, ജൈവവൈവിധ്യം, പ്രകൃതിയിലെ ഊർജ്ജപ്രവാഹം, പോഷകചക്രങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതായി ഈ പാഠഭാഗമനുസരിച്ച് ആരെയാണ് കണക്കാക്കുന്നത്? റൈറ്റർ 1885 അക്കോളജി എന്ന പദം 1885 ജർമ്മൻ സുവോളജിസ്റ്റായ ഏണസ്റ്റ് ഹൈക്കലാണ് പ്രചാരത്തിൽ വരുത്തിയതെങ്കിലും ചില സന്ദർഭങ്ങളിൽ ആദ്യമായി ഈ പദം ഉപയോഗിച്ചത് റൈറ്റർ ആണെന്നും പറയപ്പെടുന്നു. ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടുമായുള്ള ബന്ധം പഠിക്കുന്ന ശാസ്ത്രശാഖയാണിത്. 1896 ഇന്ത്യാന ഡ്യൂൺസിലെ സസ്യജാലങ്ങളെക്കുറിച്ച് പഠിച്ച പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആരാണ്? അദ്ദേഹത്തിന്റെ പ്രാധാന്യം എന്താണ്? ഹെൻറി ചാൻഡ്ലർ കൗൾസ്. പാരിസ്ഥിതിക അനുക്രമത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മുന്നേറ്റപരമായ പഠനങ്ങൾക്ക് പ്രശസ്തൻ. ഹെൻറി ചാൻഡ്ലർ കൗൾസ് പാരിസ്ഥിതിക അനുക്രമത്തെ ഇക്കോളോജിക്കൽ സക്സഷൻ കുറിച്ച് പഠിച്ച പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. ഇന്ത്യാന ഡ്യൂൺസിലെ മണൽക്കുന്നുകളിൽ സസ്യജാലങ്ങൾ എങ്ങനെ ക്രമേണ മാറുന്നു എന്ന് അദ്ദേഹം പഠിച്ചു. ഇത് ആധുനിക പരിസ്ഥിതിശാസ്ത്രത്തിന് വലിയ സംഭാവന നൽകി. ഒരു ആവാസവ്യവസ്ഥയെ ഒരു തുറന്ന സംവിധാനമായി ഓപ്പൺ സിസ്റ്റം കണക്കാക്കുന്നത് എന്തുകൊണ്ട്? ഊർജ്ജവും പോഷകങ്ങളും ഭൗതിക പരിസ്ഥിതിയും ജീവജാലങ്ങളും തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നതുകൊണ്ട്. ഒരു ആവാസവ്യവസ്ഥയെ തുറന്ന സംവിധാനം എന്ന് വിളിക്കുന്നത് അതിലേക്ക് ഊർജ്ജവും പോഷകങ്ങളും നിരന്തരം പ്രവേശിക്കുകയും പുറത്തേക്ക് പോകുകയും ചെയ്യുന്നതുകൊണ്ടാണ്. സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം, ജലം, ധാതുക്കൾ എന്നിവയെല്ലാം ഈ കൈമാറ്റത്തിൽ ഉൾപ്പെടുന്നു. ഓട്ടോയിക്കോളജി എന്നാൽ എന്ത്? ഒരു വ്യക്തിഗത സസ്യത്തെയോ ഒരു സസ്യവർഗത്തെയോ അതിന്റെ പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്ന ശാസ്ത്രശാഖയാണിത്. ഓട്ടോയിക്കോളജി എന്നത് ഒരു പ്രത്യേക ജീവിയുടെ, ഒരു സസ്യം അല്ലെങ്കിൽ ഒരു ജീവിവർഗം, അതിന്റെ ചുറ്റുപാടുമായുള്ള പരസ്പര ബന്ധങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ജീവികൾക്ക് ചുറ്റുപാടിലെ മാറ്റങ്ങളെ എങ്ങനെ അതിജീവിക്കാനും പൊരുത്തപ്പെടാനും കഴിയുന്നു എന്നതിൽ ഈ പഠനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ പാഠഭാഗമനുസരിച്ച് ഏറ്റവും സുസ്ഥിരമായ ആവാസവ്യവസ്ഥയായി കണക്കാക്കുന്നത് ഏതിനെയാണ്? സമുദ്രം. സമുദ്രം ഒരു വലിയതും സങ്കീർണവുമായ ആവാസവ്യവസ്ഥയാണ്. അതിന്റെ വ്യാപ്തിയും വൈവിധ്യവും കാരണം സമുദ്രത്തിലെ മാറ്റങ്ങൾ സാവധാനമായിരിക്കാം. ഇത് താരതമ്യേന സുസ്ഥിരമായ ഒരു അവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു. സൈനിക്കോളജി എന്നാൽ എന്ത്? സസ്യസമൂഹത്തെയും അതിന്റെ പരിസ്ഥിതിയുമായുള്ള ബന്ധത്തെയും കുറിച്ചുള്ള പഠനമാണിത്. സൈനിക്കോളജി എന്നത് ഒരു പ്രത്യേക പ്രദേശത്തെ വിവിധ സസ്യവർഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു സസ്യസമൂഹത്തെയും അവയുടെ പരിസ്ഥിതിയുമായുള്ള പരസ്പരബന്ധത്തെയും കുറിച്ചുള്ള പഠനമാണ്. ഇത് ജീവിവർഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെയും അവ പരിസ്ഥിതിയുമായി എങ്ങനെ പ്രതിപ്രവർത്തിക്കുന്നു എന്നതിനെയും വിശദീകരിക്കുന്നു. ലോക പരിസ്ഥിതി ദിനം എന്ന് ആഘോഷിക്കുന്നു. ജൂൺ 5.
ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും അതിനായി പ്രവർത്തിക്കാൻ ലോകമെമ്പാടുമുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. വിവിധ ജീവികളുടെയും അവയുടെ പരിസ്ഥിതിയുടെയും സംയോജിത യൂണിറ്റുകളെ ഘടനയുടെയും പ്രവർത്തനത്തിന്റെയും അടിസ്ഥാനത്തിൽ വിശേഷിപ്പിക്കുന്ന പദം ഏതാണ്? ആവാസവ്യവസ്ഥ, ഇക്കോസിസ്റ്റം. ഒരു ആവാസവ്യവസ്ഥ എന്നത് ഒരു പ്രത്യേക പ്രദേശത്ത് ജീവനുള്ള ഘടകങ്ങളും സസ്യങ്ങൾ, മൃഗങ്ങൾ, സൂക്ഷ്മാണുക്കൾ, ജീവനില്ലാത്ത ഘടകങ്ങളും, മണ്ണ്, ജലം, വായു, സൂര്യപ്രകാശം പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സംവിധാനമാണ്. ഇവയെല്ലാം ചേർന്നാണ് ഒരു ആവാസവ്യവസ്ഥയെ രൂപപ്പെടുത്തുന്നത്. ആവാസവ്യവസ്ഥ, ഇക്കോസിസ്റ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? A.G. ടാൻസ്ലി. എക്കോളജി എന്ന പദം ഏണസ്റ്റ് ഹൈക്കൽ ഉപയോഗിച്ചപ്പോൾ ആവാസവ്യവസ്ഥ, ഇക്കോസിസ്റ്റം എന്ന പദം ബ്രിട്ടീഷ് സസ്യശാസ്ത്രജ്ഞനായ ആർതർ ടാൻസ്ലി, A.G. ടാൻസ്ലി 1935 ആദ്യമായി അവതരിപ്പിച്ചത്. ജീവജാലങ്ങളും അവയുടെ ഭൗതിക ചുറ്റുപാടും തമ്മിലുള്ള പരസ്പരബന്ധത്തെ ഇത് വിശദീകരിക്കുന്നു. ഒരു ആവാസവ്യവസ്ഥയിൽ സ്വന്തമായി ഭക്ഷണം ഉത്പാദിപ്പിക്കുന്ന ഘടകങ്ങളെ എന്താണ് വിളിക്കുന്നത്? ഉത്പാദകർ, പ്രൊഡ്യൂസേഴ്സ്. ഉദാഹരണത്തിന് ഹരിതസസ്യങ്ങൾ. ഒരു ആവാസവ്യവസ്ഥയിൽ പ്രകാശസംശ്ലേഷണം വഴി സ്വന്തമായി ഭക്ഷണം നിർമ്മിക്കുന്ന ജീവികളെ ഉത്പാദകർ എന്ന് വിളിക്കുന്നു. ഹരിതസസ്യങ്ങളും ചില ആൽഗകളും ബാക്ടീരിയകളുമാണ് പ്രധാന ഉത്പാദകർ. അവയാണ് ആഹാര ശൃംഖലയുടെ അടിസ്ഥാനം. ഒരു ആവാസവ്യവസ്ഥയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ്? അവർ എന്തു ഭക്ഷിക്കുന്നു? പ്രാഥമിക ഉപഭോക്താക്കൾ സസ്യാഹാരികളായ മൃഗങ്ങളാണ്. അവ ഭക്ഷണത്തിനായി സസ്യങ്ങളെ ആശ്രയിക്കുന്നു, ഉദാഹരണത്തിന് പശുക്കൾ, ആടുകൾ, മുയലുകൾ എന്നിവ. ഒരു ആവാസവ്യവസ്ഥയിലെ ഭക്ഷണ ശൃംഖലയുടെ ആദ്യപടിയാണ് പ്രാഥമിക ഉപഭോക്താക്കൾ. അവ നേരിട്ട് സസ്യങ്ങളെയാണ് ഭക്ഷണത്തിനായി ആശ്രയിക്കുന്നത്. ഇവയെ പ്രാഥമിക ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ഹെർബിവോറുകൾ എന്നും വിളിക്കുന്നു. ഒരു ആവാസവ്യവസ്ഥയിലെ ദ്വിതീയ ഉപഭോക്താക്കൾ ആരാണ്? അവർ എന്തു ഭക്ഷിക്കുന്നു? ദ്വിതീയ ഉപഭോക്താക്കൾ സസ്യാഹാരികളായ മൃഗങ്ങളെ, പ്രാഥമിക ഉപഭോക്താക്കളെ ഭക്ഷിക്കുന്ന ജീവികളാണ്, ഉദാഹരണത്തിന് തവളകൾ, കുറുക്കന്മാർ, ചെന്നാക്കൾ എന്നിവ. ഭക്ഷണ ശൃംഖലയിൽ പ്രാഥമിക ഉപഭോക്താക്കളെ ഭക്ഷിക്കുന്നവയാണ് ദ്വിതീയ ഉപഭോക്താക്കൾ. ഇവ മാംസഭോജികൾ, കാർനവോർസ് എന്ന വിഭാഗത്തിൽപ്പെടുന്നു. ഇവയ്ക്ക് ഊർജ്ജത്തിനായി പ്രാഥമിക ഉപഭോക്താക്കളെ ആശ്രയിക്കുന്നു. ഒരു ആവാസവ്യവസ്ഥയിലെ തൃതീയ ഉപഭോക്താക്കൾ ആരാണ്? അവർ എന്തു ഭക്ഷിക്കുന്നു? തൃതീയ ഉപഭോക്താക്കൾ പ്രാഥമികവും ദ്വിതീയവുമായ ഉപഭോക്താക്കളെ ഭക്ഷിക്കുന്നവരാണ്, ഉദാഹരണത്തിന് പാമ്പുകൾ, സിംഹങ്ങൾ, ചീറ്റപ്പുലികൾ എന്നിവ. ഒരു ആവാസവ്യവസ്ഥയിലെ ഭക്ഷണ ശൃംഖലയുടെ മുകൾത്തട്ടിൽ വരുന്നവരാണ് തൃതീയ ഉപഭോക്താക്കൾ. ഇവ പ്രാഥമികവും ദ്വിതീയവുമായ ഉപഭോക്താക്കളെ ഭക്ഷണമാക്കുന്നു. ഇവയെ ഉന്നത മാംസഭോജികൾ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഒരു ആവാസവ്യവസ്ഥയിലെ വിഘാടകർ ആരാണ്? അവരുടെ പങ്ക് എന്താണ്? വിഘാടകർ ബാക്ടീരിയയും ഫംഗസും പോലുള്ള സൂക്ഷ്മജീവികളാണ്. ഇവ മരിച്ച ഉത്പാദകരെയും ഉപഭോക്താക്കളെയും വിഘടിപ്പിക്കുന്നു. ആവാസവ്യവസ്ഥയിലെ പോഷകങ്ങളുടെ പുനഃചംക്രമണത്തിൽ വിഘാടകർക്ക് നിർണായക പങ്കുണ്ട്. മൃതശരീരങ്ങളെയും ജൈവവസ്തുക്കളെയും വിഘടിപ്പിച്ച് അവയിലെ പോഷകങ്ങളെ മണ്ണിലേക്ക് തിരികെ എത്തിച്ച് സസ്യങ്ങൾക്ക് ലഭ്യമാക്കുന്നു. മിക്ക ആവാസവ്യവസ്ഥകളിലെയും ഊർജ്ജത്തിന്റെ ആത്യന്തിക ഉറവിടം എന്താണ്? സൂര്യൻ. പ്രകാശസംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ സൗരോർജ്ജത്തെ രാസ ഊർജ്ജമാക്കി മാറ്റുന്നു. ഇത് ഭക്ഷണ ശൃംഖലയിലൂടെ മറ്റ് ജീവികളിലേക്ക് എത്തുന്നു. അതിനാൽ മിക്ക ആവാസവ്യവസ്ഥകളിലെയും ഊർജ്ജത്തിന്റെ അടിസ്ഥാന ഉറവിടം സൂര്യനാണ്. ഒരു ആവാസവ്യവസ്ഥയിലെ ബയോമസ് എന്നാൽ എന്താണ്? ഒരു ആവാസവ്യവസ്ഥയിലെ ജീവികളുടെ ഒരു യൂണിറ്റ് പ്രദേശത്തെ മൊത്തം വരണ്ട ഭാരമാണിത്. ഒരു പ്രത്യേക സമയത്ത് ഒരു ആവാസവ്യവസ്ഥയിലെ അല്ലെങ്കിൽ ഒരു പോഷണ തലത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും മൊത്തം ജൈവവസ്തുവിന്റെ ഭാരത്തെയാണ് ബയോമാസ് എന്ന് പറയുന്നത്. സാധാരണയായി ഇത് വരണ്ട ഭാരമായിട്ടാണ് കണക്കാക്കുന്നത്. കരയിലെ ആവാസവ്യവസ്ഥകളിൽ പ്രാഥമിക ഉത്പാദകരുടെ ബയോമാസ് ഉപഭോക്താക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ്? പ്രാഥമിക ഉത്പാദകരുടെ ബയോമാസ് ഭക്ഷണ ശൃംഖലയിലെ ഉപഭോക്താക്കളുടെ ഓരോ ഘട്ടത്തേക്കാളും കൂടുതലാണ്. കരയിലെ ആവാസവ്യവസ്ഥകളിൽ ഊർജ്ജത്തിന്റെ ഒഴുക്ക് മുകളിലേക്ക് പോകുമ്പോൾ ബയോമാസ് കുറയുന്നു.
അതിനാൽ പിരമിഡ് ഓഫ് ബയോമാസ് സാധാരണയായി അടിത്തട്ടിൽ വീതി കൂടി മുകളിലേക്ക് ചുരുങ്ങുന്നു. ഒരു ജല ആവാസവ്യവസ്ഥയിലെ ഉദാഹരണം കുളം. ബയോമാസ് പിരമിഡിന്റെ സാധാരണ ആകൃതി എന്താണ്? ഇത് വിപരീത ആകൃതിയിലാണ്, ഇൻവേർട്ടഡ്. ജല ആവാസവ്യവസ്ഥകളിൽ ഫൈറ്റോപ്ലാങ്ക്ടൺ പോലുള്ള പ്രാഥമിക ഉത്പാദകരുടെ ബയോമാസ് കുറവായിരിക്കും, എന്നാൽ അവ വേഗത്തിൽ പെരുകുകയും ഉപഭോക്താക്കളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അതിനാൽ കുളത്തിലെ ബയോമാസ് പിരമിഡ് വിപരീത രൂപത്തിലാണ് കാണപ്പെടുന്നത്. 10% നിയമം അനുസരിച്ച് ഒരു ഭക്ഷണ ശൃംഖലയിൽ ഒരു പോഷണതലത്തിൽ നിന്ന് അടുത്തതിലേക്ക് സാധാരണയായി എത്ര ഊർജ്ജം കൈമാറ്റം ചെയ്യപ്പെടുന്നു? ശേഖരിച്ച ഊർജ്ജത്തിന്റെ 10% മാത്രം. ലിൻഡ്മാൻ ആവിഷ്കരിച്ച 10% നിയമമനുസരിച്ച് ഓരോ പോഷണതലത്തിലേക്കും മൊത്തം ഊർജ്ജത്തിന്റെ ഏകദേശം 10% മാത്രമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ശേഷിക്കുന്ന 90% ഊർജ്ജം മെറ്റബോളിസം, താപം, വിസർജനം എന്നിവയിലൂടെ നഷ്ടപ്പെടുന്നു. ഒരു ഭക്ഷണ ശൃംഖലയിൽ ഹൈനകളെയും കഴുകന്മാരെയും പോലുള്ള മൃഗങ്ങളുടെ പാരിസ്ഥിതിക പങ്ക് എന്താണ്? അവ ശവഭോജികൾ, സ്കാവഞ്ചേഴ്സ് ആണ്. ശവഭോജികൾ മരിച്ച മൃഗങ്ങളെയും ജീർണിച്ച ജൈവവസ്തുക്കളെയും ഭക്ഷിക്കുന്നു. ഇത് ആവാസവ്യവസ്ഥയിൽ ശുചീകരണ പ്രവർത്തനം നടത്തുകയും പോഷകങ്ങളുടെ പുനഃചംക്രമണത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ഇവ ആവാസവ്യവസ്ഥയുടെ സ്വാഭാവികമായ ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ്. ഏതൊരു ആവാസവ്യവസ്ഥയിലും ഊർജ്ജ കൈമാറ്റത്തിന്റെ ദിശ എന്താണ്? ഏകദിശയിലുള്ളത്. ആവാസവ്യവസ്ഥകളിൽ ഊർജ്ജം എപ്പോഴും ഉൽപ്പാദകരിൽ നിന്ന് ഉപഭോക്താക്കളിലേക്ക് ഏകദിശയിൽ മാത്രമാണ് പ്രവഹിക്കുന്നത്. ഇത് ഊർജ്ജപ്രവാഹത്തിന്റെ അടിസ്ഥാന നിയമമാണ്. ആവാസവ്യവസ്ഥകളിലെ ഊർജ്ജ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് 10% നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ലിൻഡ്മാൻ 1942 ൽ. 1942 ൽ റേമണ്ട് ലിൻഡ്മാൻ ആണ് 10% നിയമം അവതരിപ്പിച്ചത്. ഒരു പോഷണതലം ട്രോഫക് ലെവൽ നിന്ന് അടുത്തതിലേക്ക് ഊർജ്ജം കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഏകദേശം 10% ഊർജ്ജം മാത്രമേ ലഭ്യമാകൂ എന്നാണ് ഈ നിയമം വ്യക്തമാക്കുന്നത്. ഏതൊരു ആവാസവ്യവസ്ഥയിലെയും ഊർജ്ജ പിരമിഡിന്റെ പ്രത്യേകതയുള്ള ആകൃതി എന്താണ്? അത് എല്ലായ്പ്പോഴും നിവർന്നതായിരിക്കും, എപ്പോഴും നേരെ. ഒരു ആവാസവ്യവസ്ഥയിലെ ഊർജ്ജ പിരമിഡ് എല്ലായ്പ്പോഴും നിവർന്ന ആകൃതിയിലായിരിക്കും. കാരണം ഓരോ പോഷണതലത്തിലും ലഭ്യമായ ഊർജ്ജത്തിന്റെ അളവ് താഴെ നിന്ന് മുകളിലേക്ക് കുറഞ്ഞുവരുന്നു. ഇത് ഊർജ്ജപ്രവാഹത്തിന്റെ ഏകദിശാ സ്വഭാവം വ്യക്തമാക്കുന്നു. ജലപരിസ്ഥിതിയിൽ കാണപ്പെടുന്ന സൂക്ഷ്മജീവികളെ മൊത്തത്തിൽ എന്താണ് വിളിക്കുന്നത്? പ്ലവകങ്ങൾ, പ്ലാങ്ക്ടൺ. ജലപരിസ്ഥിതിയിൽ സ്വയം നീങ്ങാൻ കഴിയാത്തതോ ദുർബലമായ ചലനശേഷിയുള്ളതോ ആയ സൂക്ഷ്മജീവികളെയാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. ഇവ ജല ആവാസവ്യവസ്ഥയുടെ ഭക്ഷ്യശൃംഖലയുടെ അടിസ്ഥാന ഘടകങ്ങളാണ്. ദേശീയ വനനയമനുസരിച്ച് ഇന്ത്യയിലെ സമതല പ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലും ശുപാർശ ചെയ്യുന്ന ആദർശ വനവിസ്തൃതിയുടെ ശതമാനം എത്രയാണ്? സമതല പ്രദേശങ്ങളിൽ 33%, മലയോര പ്രദേശങ്ങളിൽ 67%. ഇന്ത്യയുടെ ദേശീയ വനനയം, നാഷണൽ ഫോറസ്റ്റ് പോളിസി, പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായി നിശ്ചിത വനവിസ്തൃതി ശുപാർശ ചെയ്യുന്നു. സമതല പ്രദേശങ്ങളിൽ ഭൂമിയുടെ 1/3 33% വനമായിരിക്കണമെന്നും മലയോര പ്രദേശങ്ങളിൽ അതിന്റെ 2/3 ഭാഗം 67% വനമായിരിക്കണം എന്നുമാണ് നയം അനുശാസിക്കുന്നത്. ഇന്ത്യയിൽ എത്ര ബയോസ്ഫിയർ റിസർവുകളുണ്ട്? 18. ഇന്ത്യയിൽ നിലവിൽ 18 ബയോസ്ഫിയർ റിസർവുകളുണ്ട്. ഇവ യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ മാപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി സംരക്ഷിക്കപ്പെടുന്ന ആവാസവ്യവസ്ഥകളാണ്. ജൈവവൈവിധ്യ സംരക്ഷണവും സുസ്ഥിര വികസനവും ഇവയുടെ ലക്ഷ്യങ്ങളിൽപ്പെടുന്നു. മനുഷ്യ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനം, സ്റ്റോക്ക്ഹോം സമ്മേളനം, എപ്പോൾ, എവിടെ വെച്ചാണ് നടന്നത്? സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ 1972 ജൂൺ 5 മുതൽ 16 വരെ. 1972 ജൂൺ 5 മുതൽ 16 വരെ സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ നടന്ന മനുഷ്യ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനം ആഗോള പാരിസ്ഥിതിക വിഷയങ്ങളിൽ ആദ്യത്തെ പ്രധാന സമ്മേളനമായിരുന്നു. ഈ സമ്മേളനമാണ് ലോക പരിസ്ഥിതി ദിനത്തിന് ജൂൺ 5 തുടക്കമിട്ടത്. IUCN റെഡ് ലിസ്റ്റിന്റെ പ്രാധാന്യം എന്താണ്? ഇത് ലോകത്തിലെ ജൈവവൈവിധ്യത്തിന്റെ ആരോഗ്യത്തിന്റെ ഒരു നിർണായക സൂചകമാണ്.
IUCN റെഡ് ലിസ്റ്റ് എന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങളെപ്പറ്റിയുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു ആഗോള പട്ടികയാണ്. ഒരു ജീവിവർഗത്തിന്റെ സംരക്ഷണ നില വിലയിരുത്താനും വംശനാശ ഭീഷണിയുടെ തോത് നിർണ്ണയിക്കാനും ഈ പട്ടിക സഹായിക്കുന്നു. IUCN റെഡ് ലിസ്റ്റ് സമാഹരിച്ച് പ്രസിദ്ധീകരിക്കുന്നത് ഏത് സംഘടനയാണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN ആണ് IUCN റെഡ് ലിസ്റ്റ് സമാഹരിച്ച് പ്രസിദ്ധീകരിക്കുന്നത്. 1948 സ്ഥാപിതമായ IUCN പ്രകൃതി സംരക്ഷണത്തിനും സുസ്ഥിരമായ പ്രകൃതി വിഭവ ഉപയോഗത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആഗോള സംഘടനയാണ്. IUCN റെഡ് ലിസ്റ്റിന്റെ ആദ്യ പതിപ്പ് എപ്പോഴാണ് പ്രസിദ്ധീകരിച്ചത്? കൂടാതെ പാഠത്തിൽ സൂചിപ്പിച്ച അതിന്റെ ഏറ്റവും പുതിയ പതിപ്പ് എപ്പോഴായിരുന്നു? ആദ്യ പതിപ്പ് 1964 പ്രസിദ്ധീകരിച്ചു. പാഠത്തിൽ സൂചിപ്പിച്ച ഏറ്റവും പുതിയത് 2018 ആയിരുന്നു. IUCN റെഡ് ലിസ്റ്റിന്റെ ആദ്യ പതിപ്പ് 1964 പ്രസിദ്ധീകരിച്ചത്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആഗോളതലത്തിൽ ലഭ്യമാക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. IUCN ഈ പട്ടിക പതിവായി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഫലഭൂയിഷ്ഠമായ മണ്ണിന് ഏറ്റവും അനുയോജ്യമായ pH പരിധി എത്രയാണ്? 6.5 മുതൽ 7 വരെ. ഫലഭൂയിഷ്ഠമായ മണ്ണിന് സാധാരണയായി 6.5-നും 7-നും ഇടയിലുള്ള നിലയാണ് ഉത്തമം. ഈ pH പരിധിയിൽ സസ്യങ്ങൾക്ക് ആവശ്യമായ മിക്ക പോഷകങ്ങളും എളുപ്പത്തിൽ ലഭ്യമാകും. ഇത് മികച്ച വിളവ് ഉറപ്പാക്കുന്നു. മണ്ണിന്റെ സസ്യവളർച്ചയെ നേരിട്ട് സ്വാധീനിക്കുന്നു. ഇന്ത്യയിൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് FRI എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡെറാഡൂൺ. ഇന്ത്യയിലെ പ്രമുഖ വന ഗവേഷണ സ്ഥാപനമായ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് FRI ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് FRI എന്നാണ് സ്ഥാപിതമായത്? 1906. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് FRI 1906 ഡെറാഡൂണിൽ സ്ഥാപിതമായി. ഇന്ത്യയിലെ വനശാസ്ത്ര ഗവേഷണത്തിനും വിദ്യാഭ്യാസത്തിനും ഇത് ഒരു പ്രധാന സംഭാവന നൽകുന്നു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ICFRE എന്നാണ് രൂപീകൃതമായത്? 1988. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ICFRE 1988 രൂപീകൃതമായി. ഇത് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ FRI ഉൾക്കൊള്ളുന്നതും ഇന്ത്യയിലെ വന ഗവേഷണം ഏകോപിപ്പിക്കുന്നതുമായ ഒരു പ്രധാന സ്ഥാപനമാണ്. ഇന്ത്യയിലെ സെൻട്രൽ നാഷണൽ ബൊട്ടാണിക്കൽ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്ത, പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ പ്രമുഖ സസ്യശാസ്ത്ര മ്യൂസിയമായ സെൻട്രൽ നാഷണൽ ബൊട്ടാണിക്കൽ മ്യൂസിയം പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ BSI കീഴിൽ പ്രവർത്തിക്കുകയും സസ്യശാസ്ത്ര ഗവേഷണത്തിന് സംഭാവന നൽകുകയും ചെയ്യുന്നു. എന്താണ് അജണ്ട 21? ഇത് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച സുസ്ഥിര വികസനത്തിനായുള്ള ഒരു സമഗ്ര കർമ്മപദ്ധതിയാണ്. അജണ്ട 21 എന്നത് 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ഭൗമ ഉച്ചകോടിയിൽ എർത്ത് സമ്മിറ്റ് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച സുസ്ഥിര വികസനത്തിനായുള്ള ഒരു സമഗ്ര കർമ്മപദ്ധതിയാണ്. 21ാം നൂറ്റാണ്ടിൽ സുസ്ഥിര വികസനം കൈവരിക്കുന്നതിനുള്ള മാർഗരേഖയാണിത്. പരിസ്ഥിതി വിഷയങ്ങളിൽ ലോകത്തിലെ പ്രധാന ആധികാരിക സംഘടനയായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പരിപാടി UNEP. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പരിപാടി UNEP ആഗോള പരിസ്ഥിതി കാര്യങ്ങളിൽ നേതൃത്വം നൽകുന്നതും അന്താരാഷ്ട്ര സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതുമായ ഒരു പ്രധാന സംഘടനയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വികസനത്തിനും ഇത് വലിയ സംഭാവന നൽകുന്നു. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പരിപാടി UNEP എന്നാണ് സ്ഥാപിതമായത്? 1972. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പരിപാടി UNEP 1972 സ്ഥാപിക്കപ്പെട്ടു. ഇത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സഹകരണങ്ങൾക്കും നയരൂപീകരണങ്ങൾക്കും നേതൃത്വം നൽകുന്നു. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പരിപാടി UNEP ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്റോബി, കെനിയ.
ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പരിപാടി UNEP-യുടെ ആസ്ഥാനം കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ കെനിയയിലെ നെയ്റോബിയിലാണ്. വികസ്വര രാജ്യങ്ങളിൽ ആസ്ഥാനമുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ഏജൻസികളിൽ ഒന്നാണിത്. ഗ്രീൻപീസ് ഏത് തരത്തിലുള്ള സംഘടനയാണ്? ഇത് സ്വതന്ത്രമായ ദേശീയ, പ്രാദേശിക പരിസ്ഥിതി സംഘടനകളുടെ ഒരു ആഗോള ശൃംഖലയാണ്. ഗ്രീൻപീസ് പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ആഗോള, ലാഭേച്ഛയില്ലാത്ത സംഘടനയാണ്. ഇത് സമാധാനപരമായ നേരിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഗവേഷണങ്ങളിലൂടെയും പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്താൻ ശ്രമിക്കുന്നു. ഗ്രീൻപീസിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആംസ്റ്റർഡാം, നെതർലാൻഡ്സ്. ഗ്രീൻപീസ് ഒരു അന്താരാഷ്ട്ര സർക്കാരിതര പാരിസ്ഥിതിക സംഘടനയാണ്. 1971-ൽ കാനഡയിലെ വാൻകൂവറിലാണ് ഇത് സ്ഥാപിതമായതെങ്കിലും അതിന്റെ ആസ്ഥാനം നിലവിൽ നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിലാണ്. പരിസ്ഥിതി സംരക്ഷണം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങളിൽ അവർ പ്രവർത്തിക്കുന്നു. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം ഏതു വർഷമാണ് പ്രാബല്യത്തിൽ വന്നത്? 1986. 1986-ലെ പരിസ്ഥിതി സംരക്ഷണ നിയമം ഭോപ്പാൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു പ്രധാന നിയമമാണ്. പരിസ്ഥിതി സംരക്ഷണം, മെച്ചപ്പെടുത്തൽ, അനുബന്ധ വിഷയങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യാൻ സർക്കാരിന് ഇത് വിപുലമായ അധികാരങ്ങൾ നൽകുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള അംബ്രല്ല ലെജിസ്ലേഷൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നിയമനിർമ്മാണം ഏതാണ്? 1986-ലെ പരിസ്ഥിതി സംരക്ഷണ നിയമം. 1986-ലെ പരിസ്ഥിതി സംരക്ഷണ നിയമം ഇന്ത്യയിലെ പരിസ്ഥിതി നിയമങ്ങളുടെ ഒരു അംബ്രല്ല ലെജിസ്ലേഷൻ ആയി കണക്കാക്കപ്പെടുന്നു. ഈ നിയമം പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും വിവിധ മന്ത്രാലയങ്ങൾക്കും വകുപ്പുകൾക്കും അധികാരങ്ങൾ നൽകുന്നു. ഇത് മറ്റ് നിയമങ്ങൾക്ക് ഒരു പൊതുവായ ചട്ടക്കൂട് നൽകുന്നു. നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നീറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നാഗ്പൂർ. നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നീറി കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ CSIR കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാന സ്ഥാപനമാണ്. പരിസ്ഥിതി എഞ്ചിനീയറിംഗ്, മലിനീകരണ നിയന്ത്രണം തുടങ്ങിയ മേഖലകളിൽ ഗവേഷണവും വികസനവും നടത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇതിന്റെ ആസ്ഥാനം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ്. നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നീറി എന്ന് സ്ഥാപിതമായി. അതിന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ഇത് 1958-ൽ സെൻട്രൽ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CPHERI ആയി സ്ഥാപിതമായി. നീറി 1958-ൽ സെൻട്രൽ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CPHERI എന്ന പേരിലാണ് സ്ഥാപിതമായത്. പിന്നീട് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചതോടെ അതിന്റെ പ്രവർത്തന മണ്ഡലം വികസിപ്പിക്കുകയും നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയിൽ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ NGT എന്ന് സ്ഥാപിതമായി. 2010 ഒക്ടോബർ 18. 2010 ഒക്ടോബർ 18-ന് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ നിയമം അനുസരിച്ചാണ് NGT സ്ഥാപിതമായത്. പരിസ്ഥിതി സംരക്ഷണം, വനങ്ങൾ, മറ്റു പ്രകൃതി വിഭവങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയിലെ പരിസ്ഥിതി നീതിന്യായ വ്യവസ്ഥയിലെ ഒരു സുപ്രധാന സ്ഥാപനമാണിത്. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ NGT പ്രാഥമിക ധർമ്മം എന്താണ്? ഇത് പരിസ്ഥിതി സംരക്ഷണം, വനങ്ങൾ, മറ്റു പ്രകൃതി വിഭവങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. NGTയുടെ പ്രധാന ധർമ്മം പരിസ്ഥിതി സംരക്ഷണം, വനസംരക്ഷണം, ജൈവ വൈവിധ്യ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ അതിവേഗം നീതി ഉറപ്പാക്കുക എന്നതാണ്. ഇത് സിവിൽ കേസുകൾ പരിഗണിക്കുകയും നഷ്ടപരിഹാരം വിധിക്കാനുള്ള അധികാരവും NGTക്കുണ്ട്. ഇത് സാധാരണ കോടതികൾക്ക് പുറത്തുള്ള ഒരു പ്രത്യേക ട്രൈബ്യൂണലാണ്. ചിപ്കോ പ്രസ്ഥാനം എന്ന് ആരംഭിച്ചു. അതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? ഇത് 1970-കളിൽ മരം വെട്ടിൽ നിന്ന് മരങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചു. ചിപ്കോ പ്രസ്ഥാനം 1970-കളിൽ ഉത്തരാഖണ്ഡിൽ ആരംഭിച്ച ഒരു അഹിംസാത്മക സാമൂഹിക പരിസ്ഥിതി പ്രസ്ഥാനമാണ്. ഗ്രാമീണർ മരങ്ങളെ കെട്ടിപ്പിടിച്ച്, ചിപ്കോ എന്നാൽ കെട്ടിപ്പിടിക്കുക, അവയെ മുറിക്കുന്നതിൽ നിന്ന് തടഞ്ഞാണ് ഇതിന് തുടക്കമിട്ടത്. പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം പ്രാദേശിക സമൂഹങ്ങളുടെ അവകാശങ്ങളും ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ചു. ചിപ്കോ പ്രസ്ഥാനം ഇന്ത്യയിൽ പ്രാഥമികമായി എവിടെയാണ് ആരംഭിച്ചത്?
ഉത്തർപ്രദേശിലെ ഇപ്പോൾ ഉത്തരാഖണ്ഡ് ചമോലി ജില്ലയിൽ. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് ഇന്നത്തെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ചമോലി ജില്ലയിലെ റെനി ഗ്രാമത്തിലാണ്. 1970-കളിൽ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണ, ഗൗരദേവി, ചണ്ഡിപ്രസാദ് ഭട്ട് തുടങ്ങിയ പ്രമുഖരാണ്. വനനശീകരണത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തുന്നതിൽ ഈ പ്രസ്ഥാനം ഒരു മാതൃകയായി. ഇന്ത്യയിൽ അപ്പിക്കോ പ്രസ്ഥാനം ഏത് പ്രദേശത്താണ് നടന്നത്? പശ്ചിമഘട്ടത്തിലെ കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിൽ. 1983-ൽ പാണ്ഡുരംഗ് ഹെഗ്ഡെയുടെ നേതൃത്വത്തിൽ കർണാടകയിലെ പശ്ചിമഘട്ട പ്രദേശത്ത് ആരംഭിച്ച പരിസ്ഥിതി പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത് ആരംഭിച്ചത്. വനനശീകരണത്തിനെതിരെയും പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയായിരുന്നു ഇതിന്റെ പ്രവർത്തനം. റാംസർ കൺവെൻഷൻ എപ്പോഴാണ്, എവിടെ വെച്ചാണ് ഒപ്പുവെച്ചത്? 1971-ൽ ഇറാനിലെ റാംസർ പട്ടണത്തിൽ വെച്ച്. റാംസർ കൺവെൻഷൻ 1971 ഫെബ്രുവരി 2 ഇറാനിലെ റാംസർ നഗരത്തിൽ വെച്ച് ഒപ്പുവെച്ചു. ലോകത്തിലെ തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുന്നതിനും വിവേകപൂർവ്വം ഉപയോഗിക്കുന്നതിനുമുള്ള ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണിത്. ഇത് പാരിസ്ഥിതിക സംരക്ഷണത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. റാംസർ കൺവെൻഷന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? തണ്ണീർത്തടങ്ങളെയും അവയുടെ വിഭവങ്ങളെയും സംരക്ഷിക്കുന്നതിനും വിവേകപൂർവ്വം ഉപയോഗിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു അന്തർസർക്കാർ ഉടമ്പടിയാണിത്. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും വിവേകപൂർവമായ ഉപയോഗവും ഉറപ്പാക്കുക എന്നതാണ് റാംസർ കൺവെൻഷന്റെ പ്രധാന ലക്ഷ്യം. ജലസ്രോതസ്സുകൾ, ജൈവവൈവിധ്യം എന്നിവ സംരക്ഷിക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനും തണ്ണീർത്തടങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നു. ഈ ഉടമ്പടി ലോകമെമ്പാടുമുള്ള തണ്ണീർത്തടങ്ങളുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. ലോക തണ്ണീർത്തട ദിനം വർഷം തോറും എന്നാണ് ആഘോഷിക്കുന്നത്? ഫെബ്രുവരി 2. റാംസർ കൺവെൻഷൻ ഒപ്പുവെച്ചതിന്റെ വാർഷിക ദിനമായ ഫെബ്രുവരി 2 ആണ് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്. തണ്ണീർത്തടങ്ങളുടെ പാരിസ്ഥിതിക പ്രാധാന്യത്തെക്കുറിച്ചും അവയുടെ സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. വിവിധ രാജ്യങ്ങൾ ഈ ദിവസം തണ്ണീർത്തട സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. ഇന്ത്യയിൽ നിലവിൽ എത്ര റാംസർ സൈറ്റുകളാണ് ഉള്ളത്? നൽകിയിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം 82. തണ്ണീർത്തട സംരക്ഷണത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. രാജ്യത്ത് നിലവിൽ 82 റാംസർ സൈറ്റുകളുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റുകളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. ഈ സൈറ്റുകൾ ജൈവവൈവിധ്യ സംരക്ഷണത്തിലും ആവാസവ്യവസ്ഥയുടെ നിലനിൽപ്പിലും നിർണായക പങ്ക് വഹിക്കുന്നു. മലിനീകരണം എങ്ങനെയാണ് നിർവചിക്കപ്പെടുന്നത്? വായു, ജലം, ഭൂമി എന്നിവയുടെ ഭൗതികവും രാസപരവും ജൈവപരവുമായ സ്വഭാവങ്ങളിലുണ്ടാകുന്ന അഭികാമ്യമല്ലാത്ത മാറ്റങ്ങൾ ജീവികൾക്ക് ദോഷകരമായി ഭവിക്കുന്നതിനെയാണ് മലിനീകരണം എന്ന് പറയുന്നത്. പരിസ്ഥിതിയുടെ സ്വാഭാവിക ഘടനയിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങളോ പ്രകൃതി പ്രതിഭാസങ്ങളോ കാരണമുണ്ടാകുന്ന മാറ്റങ്ങൾ ജീവികൾക്ക് ഹാനികരമാകുമ്പോൾ അതിനെ മലിനീകരണം എന്ന് വിളിക്കുന്നു. ഇത് ആവാസവ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയെ തകരാറിലാക്കുകയും മനുഷ്യന്റെയും മറ്റ് ജീവജാലങ്ങളുടെയും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. വ്യാവസായിക വികസനവും നഗരവൽക്കരണവുമാണ് മലിനീകരണത്തിന്റെ പ്രധാന കാരണങ്ങൾ. പ്രധാനപ്പെട്ട ചില മലിനീകരണ തരങ്ങൾ ഏതൊക്കെയാണ്? വായു, ജലം, മണ്ണ്, റേഡിയോ ആക്റ്റീവ്, അണുശക്തി, ശബ്ദം, ഇലക്ട്രോണിക് മലിനീകരണം എന്നിവയാണ്. വായു, ജലം, മണ്ണ് എന്നിങ്ങനെ പരിസ്ഥിതിയുടെ വിവിധ ഘടകങ്ങളെ മലിനീകരണം ബാധിക്കാം. ഇവ കൂടാതെ ശബ്ദം, താപം, പ്രകാശം, റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ, ഇലക്ട്രോണിക് മാലിന്യങ്ങൾ എന്നിവയും മലിനീകരണത്തിന് കാരണമാകാറുണ്ട്. ഓരോ തരം മലിനീകരണത്തിനും അതിന്റേതായ പാരിസ്ഥിതിക, ആരോഗ്യ പ്രത്യാഘാതങ്ങളുണ്ട്. മലിനീകരണത്തിന് കാരണമാകുന്ന വസ്തുക്കളെ എന്തു പറയുന്നു? മലിനീകാരികൾ, പൊല്യൂട്ടന്റ്സ്. മലിനീകാരികൾ എന്നത് പരിസ്ഥിതിയുടെ സ്വാഭാവിക ഘടനയെ മാറ്റുകയും ജീവികൾക്ക് ദോഷകരമാവുകയും ചെയ്യുന്ന വസ്തുക്കളാണ്. കര, ദ്രാവക, വാതക രൂപങ്ങളിൽ ഇവ കാണപ്പെടാം. വ്യാവസായിക മാലിന്യങ്ങൾ, കീടനാശിനികൾ, വാഹനങ്ങളിൽ നിന്നുള്ള പുക തുടങ്ങിയവയെല്ലാം മലിനീകാരികൾക്ക് ഉദാഹരണങ്ങളാണ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കാരണമുണ്ടാകുന്ന പാരിസ്ഥിതിക മാറ്റങ്ങളെ സൂചിപ്പിക്കാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന പദം എന്താണ്? ആന്ത്രോപോജനിക്, ആന്ത്രോപ്പജനിക്. ആന്ത്രോപോജനിക് എന്ന പദം മനുഷ്യന്റെ ഇടപെടലുകൾ കാരണം ഉണ്ടാകുന്ന പാരിസ്ഥിതിക മാറ്റങ്ങളെയും പ്രത്യാഘാതങ്ങളെയും കുറിക്കാൻ ഉപയോഗിക്കുന്നു.
കാലാവസ്ഥാ വ്യതിയാനം, ആവാസവ്യവസ്ഥയുടെ നാശം, മലിനീകരണം എന്നിവയെല്ലാം ആന്ത്രോപോജനിക് പ്രവർത്തനങ്ങളുടെ ഫലങ്ങളാണ്. ഇത് പരിസ്ഥിതി പഠനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. പ്രധാനപ്പെട്ട ചില വായു മലിനീകാരികൾ ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, SO2, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, HF, നൈട്രിക് ഓക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, NO2, ഓസോൺ, O3, പൊടിപടലങ്ങളും പുകയും. വ്യാവസായിക പ്രവർത്തനങ്ങൾ, വാഹനങ്ങളിൽ നിന്നുള്ള പുക, താപവൈദ്യുത നിലയങ്ങൾ എന്നിവയാണ് ഈ മലിനീകാരികളുടെ പ്രധാന ഉറവിടങ്ങൾ. ഈ വാതകങ്ങൾ ശ്വാസകോശ രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുകയും ആസിഡ് മഴ, ആഗോളതാപനം തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇവ വായുവിന്റെ ഗുണനിലവാരത്തെ കാര്യമായി ബാധിക്കുന്നു. ഒരു മലിനീകാരി എന്ന നിലയിൽ ലെഡ്, PB കണികകൾ മനുഷ്യശരീരത്തിലെ ഏതു വ്യവസ്ഥയെയാണ് പ്രാഥമികമായി ബാധിക്കുന്നത്? നാഡീവ്യൂഹത്തെ, ദ നെർവസ് സിസ്റ്റം. ലെഡ് ഒരു വിഷമുള്ള ഘടകമാണ്. ഇത് മനുഷ്യന്റെ ആരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണിയാണ്. ലെഡ് പ്രധാനമായും നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. ഇത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെയും മാനസിക വികാസത്തെയും തകരാറിലാക്കുന്നു. കുട്ടികളിൽ പഠന വൈകല്യങ്ങൾ, പെരുമാറ്റ പ്രശ്നങ്ങൾ, ബുദ്ധിപരമായ കുറവുകൾ എന്നിവയ്ക്ക് ലെഡ് വിഷബാധ ഒരു പ്രധാന കാരണമാണ്. രക്തത്തിലും ഇത് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാക്കാം. കാഡ്മിയം മലിനീകരണവുമായി ബന്ധപ്പെട്ട ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഇത് ശ്വാസകോശ വിഷമായി പ്രവർത്തിക്കുകയും രക്തസമ്മർദ്ദം വർദ്ധിപ്പിച്ച് ഹൃദയസംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. കാഡ്മിയം ഒരു ഹെവി മെറ്റൽ മലിനീകരണമാണ്. ഇത് വ്യാവസായിക പ്രവർത്തനങ്ങളിലൂടെയും മലിനജലത്തിലൂടെയും പരിസ്ഥിതിയിലെത്തുന്നു. ശ്വാസകോശരോഗങ്ങൾ, വൃക്കരോഗങ്ങൾ, അസ്ഥിരോഗങ്ങൾ, ഇതായ രോഗം പോലുള്ളവ എന്നിവയ്ക്ക് കാഡ്മിയം എക്സ്പോഷർ കാരണമാകാറുണ്ട്. ഒരു വായു മലിനീകാരി എന്ന നിലയിൽ ഓസോണിന്റെ O3 ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? നേത്രരോഗങ്ങൾ, ചുമ, നെഞ്ചുവേദന എന്നിവയാണ് പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾ. സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ പാളി ഭൂമിയെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷിക്കുമ്പോൾ, ട്രോപോസ്ഫിയറിലെ ഭൂമിയുടെ ഉപരിതലത്തിന് സമീപം ഓസോൺ ഒരു ദോഷകരമായ മലിനീകാരിയാണ്. ഇത് വാഹന മലിനീകരണത്തിൽ നിന്നും വ്യവസായങ്ങളിൽ നിന്നുമുള്ള നൈട്രജൻ ഓക്സൈഡുകളും അസ്ഥിര ജൈവ സംയുക്തങ്ങളും സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ പ്രതിപ്രവർത്തിക്കുമ്പോൾ രൂപം കൊള്ളുന്നു. ഇരുമ്പയിര് പൊടിയിൽ സിലിക്ക പൊടി അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഖനിത്തൊഴിലാളികൾക്ക് പിടിപെടാൻ സാധ്യതയുള്ള രോഗം ഏതാണ്? സൈറ്റോസിലിക്കോസിസ്. സിലിക്കോസിസ് എന്നത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ക്രിസ്റ്റലിൻ സിലിക്ക പൊടി ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത്. നിർമ്മാണത്തൊഴിലാളികൾ, ഖനിത്തൊഴിലാളികൾ, മണൽ വാരുന്നവർ തുടങ്ങിയവർക്ക് ഈ രോഗം പിടിപെടാൻ സാധ്യതയുണ്ട്. കാർബൺ മോണോക്സൈഡ്, മനുഷ്യർക്ക് പ്രത്യേകിച്ചും അപകടകരമാകുന്നത് എന്തുകൊണ്ടാണ്? ഇത് മനുഷ്യന്റെ രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ഓക്സിജനേക്കാൾ 240 മുതൽ 300 മടങ്ങ് വരെ വേഗത്തിൽ പ്രതിപ്രവർത്തിക്കുന്നു. കാർബൺ മോണോക്സൈഡ് ഒരു നിറമോ മണമോ ഇല്ലാത്ത വിഷവാതകമാണ്. ഇത് ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ രൂപീകരിക്കുകയും ശരീരത്തിലെ കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നത് തടയുകയും ചെയ്യുന്നു. ഇത് തലകറക്കം, ബോധക്ഷയം, മരണം എന്നിവയ്ക്ക് വരെ കാരണമായേക്കാം. അന്തരീക്ഷത്തിലെ ജലവുമായി പ്രതിപ്രവർത്തിച്ച് സൾഫ്യൂറിക്, നൈട്രിക് ആസിഡുകൾ ഉണ്ടാക്കുകയും അമ്ലമഴയ്ക്ക്, ആസിഡ് റെയിൻ കാരണമാവുകയും ചെയ്യുന്ന വാതകങ്ങൾ ഏതെല്ലാം? സൾഫർ ഡയോക്സൈഡ്, SO2, നൈട്രജൻ ഡയോക്സൈഡ്, NO2 എന്നിവയാണ് ആ വാതകങ്ങൾ. വ്യാവസായിക പ്രവർത്തനങ്ങൾ, ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനം എന്നിവയിലൂടെ സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും അന്തരീക്ഷത്തിലെത്തുന്നു. ഈ വാതകങ്ങൾ ജലഗണങ്ങളുമായി ചേർന്ന് ആസിഡുകളായി മാറി മഴയായി ഭൂമിയിൽ പതിക്കുന്നു. അമ്ലമഴ കെട്ടിടങ്ങൾക്കും സസ്യജാലങ്ങൾക്കും ജലജീവികൾക്കും ഹാനികരമാണ്. അമ്ലമഴയുടെ ദോഷകരമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഇത് സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും കെട്ടിടങ്ങൾക്കും ഹാനികരമാണ്. അമ്ലമഴ മണ്ണിന്റെ ഘടനയെയും രാസഘടനയെയും ബാധിക്കുകയും സസ്യങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ജലാശയങ്ങളിലെ pH നില കുറച്ച് മത്സ്യങ്ങളെയും മറ്റ് ജലജീവികളെയും നശിപ്പിക്കുന്നു. കൂടാതെ ചരിത്രപരമായ സ്മാരകങ്ങൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്യുന്നു. ഏതു നിലയിലാണ് മഴവെള്ളത്തെ അമ്ലമഴയായി തരംതിരിക്കുന്നത്? pH നില 5.6 താഴെയാകുമ്പോൾ.
സാധാരണ മഴവെള്ളത്തിന് കാർബൺ ഡയോക്സൈഡുമായി പ്രതിപ്രവർത്തിക്കുന്നത് കാരണം അല്പം അമ്ലത്വമുണ്ടാകും, ഏകദേശം pH 5.6. എന്നാൽ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകൾ എന്നിവയുടെ സാന്നിധ്യം pH നില ഇതിലും താഴേക്ക് കൊണ്ടുവരുമ്പോൾ അത് അമ്ലമഴയായി കണക്കാക്കപ്പെടുന്നു. ഭോപ്പാൽ വാതക ദുരന്തം എപ്പോഴാണ്, എവിടെയാണ് സംഭവിച്ചത്, ഏത് വിഷവാതകമാണ് ചോർന്നത്? 1984 ഡിസംബർ 3 ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ വെച്ച് മീഥൈൽ ഐസോസയനേറ്റ് മൈക്ക് എന്ന വിഷവാതകം ചോർന്നതിനെ തുടർന്നാണ് ഇത് സംഭവിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഈ ദുരന്തം വ്യാവസായിക സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും പരിസ്ഥിതി നിയമങ്ങളെക്കുറിച്ചും ലോകമെമ്പാടും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. ഓസോൺ പാളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അതിന്റെ പ്രാഥമിക ധർമ്മം എന്താണ്? ഇത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 12 മുതൽ 50 വരെ മീറ്റർ ഉയരത്തിൽ സ്ട്രാറ്റോസ്ഫിയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെ ഇത് ആഗിരണം ചെയ്യുന്നു. ഓസോൺ പാളി ഭൂമിയിലെ ജീവജാലങ്ങളെ ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഈ രശ്മികൾ ചർമ്മ കാൻസർ, തിമിരം, രോഗപ്രതിരോധ ശേഷി കുറയ്ക്കൽ എന്നിവയ്ക്ക് കാരണമാകും. ക്ലോറോഫ്ലൂറോകാർബണുകൾ CFCs പോലുള്ള രാസവസ്തുക്കളുടെ അമിത ഉപയോഗം ഓസോൺ പാളിക്ക് വിള്ളൽ വരുത്തി. ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന ചില രാസവസ്തുക്കൾ ഏതൊക്കെയാണ്? ക്ലോറോഫ്ലൂറോകാർബണുകൾ, CFCs, ഫ്രിയോൺ എന്നിവയാണ് പ്രധാനപ്പെട്ടവ. റഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷണറുകൾ, എയറോസോൾ സ്പ്രേകൾ എന്നിവയിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഈ രാസവസ്തുക്കൾ സ്ട്രാറ്റോസ്ഫിയറിൽ എത്തി ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു. 1987 മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഈ രാസവസ്തുക്കളുടെ ഉത്പാദനം നിയന്ത്രിക്കുന്നതിനും ഘട്ടം ഘട്ടമായി നിർത്തലാക്കുന്നതിനും ലക്ഷ്യമിട്ടു. ഓസോൺ പാളിയിലെ ശോഷണം കാരണം വർദ്ധിച്ച അൾട്രാവയലറ്റ് UV വികിരണങ്ങൾ മനുഷ്യന്റെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കാം? ഇത് മ്യൂട്ടേഷനുകൾ, ചർമ്മ കാൻസറുകൾ, രോഗപ്രതിരോധ ശേഷി കുറയുന്നത്, തിമിരം തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകും. ഓസോൺ പാളി ഭൂമിയെ ഹാനികരമായ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഈ പാളിയുടെ ശോഷണം മനുഷ്യരിൽ DNA നാശമുണ്ടാക്കുകയും ക്യാൻസറിനും തിമിരത്തിനും രോഗപ്രതിരോധ ശേഷി കുറയുന്നതിനും ഇടയാക്കുകയും ചെയ്യും. ഓസോൺ പാളിയുടെ കനമളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡോബ്സൺ. ഓസോൺ പാളിയുടെ കനമളക്കുന്നതിനുള്ള ഒരു സാധാരണ യൂണിറ്റാണ് ഡോബ്സൺ യൂണിറ്റ് ഡു. ഒരു ഡോബ്സൺ യൂണിറ്റ് എന്നാൽ 0.01 മില്ലിമീറ്റർ കനമുള്ള ശുദ്ധമായ ഓസോൺ പാളിയുടെ സാന്ദ്രതയ്ക്ക് തുല്യമാണ്. ഇന്ത്യയിലെ വായു ഗുണനിലവാര സൂചിക AQI തയ്യാറാക്കാൻ എത്ര പ്രധാന മലിനീകരണ ഘടകങ്ങളെയാണ് പരിഗണിക്കുന്നത്? 8. ഇന്ത്യയിൽ വായു ഗുണനിലവാര സൂചിക AQI കണക്കാക്കുന്നത് 8 പ്രധാന മലിനീകരണ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. PM10, PM2.5, നൈട്രജൻ ഡയോക്സൈഡ്, NO2, കാർബൺ മോണോക്സൈഡ്, ഓസോൺ, O3, സൾഫർ ഡയോക്സൈഡ്, SO2, അമോണിയ, NH3, ലെഡ്, PB എന്നിവയാണ് ഈ 8 ഘടകങ്ങൾ. ഇന്ത്യയിലെ വായു ഗുണനിലവാര സൂചിക AQI അടിസ്ഥാനമാക്കിയുള്ള 8 പ്രധാന മലിനീകരണ ഘടകങ്ങൾ ഏതെല്ലാം? PM10, PM2.5, നൈട്രജൻ ഡയോക്സൈഡ്, NO2, കാർബൺ മോണോക്സൈഡ്, ഓസോൺ, O3, സൾഫർ ഡയോക്സൈഡ്, SO2, അമോണിയ, NH3, ലെഡ്, PB എന്നിവയാണ്. വായു ഗുണനിലവാര സൂചിക AQI തയ്യാറാക്കാൻ ഈ 8 മലിനീകരണ ഘടകങ്ങൾ വളരെ പ്രധാനമാണ്. ഈ ഓരോ ഘടകങ്ങളും മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിൽ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന രാസവസ്തുക്കളാണ്. ഇന്ത്യയിൽ ദേശീയ ശുദ്ധവായു പരിപാടി NCAP എപ്പോൾ, ഏതു മന്ത്രാലയമാണ് ആരംഭിച്ചത്? ഇത് 2019 ജനുവരിയിൽ പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം MoEFCC ആരംഭിച്ചു. ഇന്ത്യയിൽ വായു മലിനീകരണം കുറയ്ക്കുന്നതിനും ജനങ്ങൾക്ക് ശുദ്ധവായു ലഭ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ട് ആരംഭിച്ച ഒരു പ്രധാന പദ്ധതിയാണ് ദേശീയ ശുദ്ധവായു പരിപാടി NCAP. 2019 ജനുവരിയിൽ പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയമാണ് ഇത് ആരംഭിച്ചത്. കുടിവെള്ള മലിനീകരണത്തിന്റെ ചില സാധാരണ കാരണങ്ങൾ ഏതെല്ലാം? രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയകൾ,
വൈറസുകൾ, ഗാർഹിക ഡിറ്റർജന്റുകൾ, വിഷമുള്ള വ്യാവസായിക പദാർത്ഥങ്ങൾ, കളനാശിനികൾ, അണുനാശിനികൾ, രാസവളങ്ങൾ എന്നിവയാണ്. കുടിവെള്ള മലിനീകരണം പൊതുജനാരോഗ്യത്തിന് വലിയ ഭീഷണിയാണ്. രോഗാണുക്കൾ, വ്യാവസായിക മാലിന്യങ്ങൾ, കാർഷിക രാസവസ്തുക്കൾ എന്നിവ ജലസ്രോതസ്സുകളെ മലിനമാക്കുകയും വിവിധ രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. എന്താണ് ഓയിൽ സ്പിൽ? ഓയിൽ സ്പെൽ എണ്ണക്കപ്പലുകളിൽ നിന്ന് ചോർന്ന എണ്ണ സമുദ്രജലത്തിന്റെ ഉപരിതലത്തിൽ വ്യാപിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓയിൽ സ്പിൽ എന്നത് എണ്ണ ചോർച്ചയെ സൂചിപ്പിക്കുന്നു. ഇത് സാധാരണയായി എണ്ണക്കപ്പലുകളിൽ നിന്നോ എണ്ണക്കിണറുകളിൽ നിന്നോ സംഭവിക്കാം. ഇത് സമുദ്രജലത്തിൽ വ്യാപിക്കുകയും സമുദ്ര ആവാസവ്യവസ്ഥയ്ക്ക് ഗുരുതരമായ ദോഷമുണ്ടാക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും കടൽജീവികൾക്കും പക്ഷികൾക്കും ഇത് ഭീഷണിയാണ്. കുടിവെള്ളത്തിലെ അമിതമായ ഫ്ലൂറൈഡ് കാരണമുണ്ടാകുന്ന രോഗം ഏതാണ്? ഫ്ലൂറോസിസ്. കുടിവെള്ളത്തിലെ അമിതമായ ഫ്ലൂറൈഡ് ശരീരത്തിൽ ഫ്ലൂറോസിസ് എന്ന രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു. ഇത് പല്ലുകളെയും അസ്ഥികളെയും ബാധിക്കുകയും അവയുടെ ഘടനയെയും പ്രവർത്തനത്തെയും തകരാറിലാക്കുകയും ചെയ്യും. ആസ്ബറ്റോസ് നാരുകളുമായുള്ള സമ്പർക്കം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ആസ്ബറ്റോസിസ്. ആസ്ബറ്റോസ് നാരുകൾ ശ്വസിക്കുന്നത് ആസ്ബറ്റോസിസ് എന്ന ഗുരുതരമായ ശ്വാസകോശ രോഗത്തിന് കാരണമാകും. ഈ രോഗം ശ്വാസകോശത്തിൽ പാടുകൾ ഉണ്ടാക്കുകയും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. ഇത് ചിലപ്പോൾ മാരകമായ അവസ്ഥയിലേക്ക് നയിക്കാം. മിനാമാറ്റ് രോഗത്തിന് കാരണമെന്താണ്? ഇത് മെർക്കുറി വിഷബാധ മൂലമുണ്ടാകുന്നതാണ്. സാധാരണയായി മെർക്കുറി കലർന്ന ഭക്ഷണത്തിലൂടെയോ കുടിവെള്ളത്തിലൂടെയോ ആണ് ഇത് സംഭവിക്കുന്നത്. മിനാമാറ്റ് രോഗം മെർക്കുറി വിഷബാധ മൂലമുണ്ടാകുന്ന ഒരു ന്യൂറോളജിക്കൽ സിൻഡ്രോമാണ്. ഇത് പ്രധാനമായും മെർക്കുറി അടങ്ങിയ മത്സ്യവും മറ്റ് കടൽ വിഭവങ്ങളും കഴിക്കുന്നതിലൂടെയാണ് ഉണ്ടാകുന്നത്. ഇത് നാഡീവ്യവസ്ഥയെ സാരമായി ബാധിക്കുകയും കാഴ്ച, കേൾവി, സംസാരം എന്നിവയെ തകരാറിലാക്കുകയും ചെയ്യും. യൂട്രോഫിക്കേഷൻ എന്നാൽ എന്ത്? പോഷകവളങ്ങൾ പോലുള്ള പരിമിതപ്പെടുത്തുന്ന വളർച്ചാ ഘടകങ്ങളുടെ വർദ്ധിച്ച ലഭ്യത കാരണം ജലാശയങ്ങളിൽ സസ്യങ്ങളുടെയും ആൽഗകളുടെയും അമിതമായ വളർച്ചയാണ് ഈ പ്രക്രിയയുടെ പ്രധാന സവിശേഷത. യൂട്രോഫിക്കേഷൻ എന്നത് ജലാശയങ്ങളിൽ പോഷകഘടകങ്ങൾ, പ്രധാനമായും നൈട്രജൻ, ഫോസ്ഫറസ്, അമിതമായി അടിഞ്ഞുകൂടി സസ്യജാലങ്ങളുടെയും ആൽഗകളുടെയും അനിയന്ത്രിതമായ വളർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു പാരിസ്ഥിതിക പ്രതിഭാസമാണ്. ഇത് ജലത്തിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കുകയും ജലജീവികൾക്ക് ദോഷകരമായി ഭവിക്കുകയും ചെയ്യും. ഈ പ്രക്രിയ ജലത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കാൻ ഇടയാക്കുന്നു. ആൽഗൽ ബ്ലൂമുകൾ എന്നാൽ എന്താണ്? ഏത് പ്രാഥമിക പോഷകമാണ് അവയ്ക്ക് കാരണം? ആൽഗൽ ബ്ലൂമുകൾ എന്നത് ജലത്തിന്റെ ഉപരിതലത്തിൽ കാണുന്ന ചെറിയ പച്ച സസ്യങ്ങളുടെ കട്ടിയുള്ള പാളികളാണ്. പ്രധാനമായും ഫോസ്ഫറസ് പോലുള്ള പോഷകങ്ങളുടെ അമിതമായ സാന്നിധ്യം മൂലമാണ് ഇവ ഉണ്ടാകുന്നത്. ആൽഗൽ ബ്ലൂമുകൾ എന്നത് ജലത്തിന്റെ ഉപരിതലത്തിൽ ആൽഗകൾ പെട്ടെന്ന് വർദ്ധിച്ച് കട്ടിയുള്ള പാളികൾ രൂപീകരിക്കുന്ന അവസ്ഥയാണ്. സാധാരണയായി ഫോസ്ഫറസ്, നൈട്രജൻ തുടങ്ങിയ പോഷകങ്ങളുടെ വർധനവാണ് ഇതിന് പ്രധാന കാരണം. ഈ ബ്ലൂമുകൾ ജലത്തിലെ ഓക്സിജൻ കുറയ്ക്കുകയും ജലജീവികൾക്ക് ഹാനികരമാവുകയും ചെയ്യും. മുൻപ് പ്രയാഗ് എന്നറിയപ്പെട്ടിരുന്ന നഗരത്തിന്റെ ആധുനിക പേര് എന്താണ്? അലഹബാദ്. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനമായ പ്രയാഗ് ഒരു പുരാതന നഗരമാണ്. പിന്നീട് അലഹബാദ് എന്നറിയപ്പെട്ട ഈ നഗരം 2018-ൽ ഔദ്യോഗികമായി പ്രയാഗ്രാജ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ചരിത്രപരമായി പാടലിപുത്ര എന്നറിയപ്പെട്ടിരുന്ന ആധുനിക ഇന്ത്യൻ നഗരം ഏതാണ്? പട്ന. ബീഹാർ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ പട്ന പുരാതന കാലത്ത് പാടലിപുത്ര എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. മഗധ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ഇത് മൗര്യ, ഗുപ്ത സാമ്രാജ്യങ്ങളുടെ ഭരണകാലത്തും പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു. ചരിത്രപരമായി ഭാഗ്യനഗർ എന്നറിയപ്പെട്ടിരുന്ന നഗരത്തിന്റെ ആധുനിക പേര് എന്താണ്? ഹൈദരാബാദ്. തെലങ്കാനയുടെ തലസ്ഥാനമായ ഹൈദരാബാദ് മുമ്പ് ഭാഗ്യനഗർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നതെന്ന് ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. മൂസി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം അതിന്റെ സമ്പന്നമായ ചരിത്രത്തിനും സംസ്കാരത്തിനും പേരുകേട്ടതാണ്. മുൻപ് കൽക്കട്ട എന്നറിയപ്പെട്ടിരുന്ന നഗരത്തിന്റെ ഇപ്പോഴത്തെ പേര് എന്താണ്? കൊൽക്കത്ത. പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനമായ കൊൽക്കത്ത ഇന്ത്യയിലെ ഒരു പ്രധാന സാംസ്കാരിക, വിദ്യാഭ്യാസ, സാമ്പത്തിക കേന്ദ്രമാണ്. 2001-ൽ ഔദ്യോഗികമായി കൽക്കട്ട എന്നത് കൊൽക്കത്ത എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു.
ചരിത്രപ്രസിദ്ധമായ തുറമുഖ നഗരമായ കോഴിക്കോടിന്റെ ആധുനിക പേര് എന്താണ്? കോഴിക്കോട്. കേരളത്തിലെ ഒരു പ്രധാന നഗരമായ കോഴിക്കോട് ചരിത്രപരമായി കാലിക്കറ്റ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. യൂറോപ്യൻ വ്യാപാരികൾ ആദ്യം എത്തിച്ചേർന്ന ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിലൊന്നാണിത്. മുൻപ് മദ്രാസ് എന്നറിയപ്പെട്ടിരുന്ന പ്രധാന ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ്? ചെന്നൈ. തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈ 1996-ൽ ഔദ്യോഗികമായി മദ്രാസ് എന്നത് ചെന്നൈ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇന്ത്യയിലെ 4ാമത്തെ വലിയ മെട്രോപൊളിറ്റൻ നഗരമാണിത്. ബോംബെ എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന നഗരത്തിന്റെ ഇപ്പോഴത്തെ പേരെന്ത്? മുംബൈ. ബോംബെ നഗരം ഔദ്യോഗികമായി മുംബൈ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് 1995-ലാണ്. മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ ഇത് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നും അറിയപ്പെടുന്നു. ബറോഡ എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന നഗരത്തിന്റെ ഇപ്പോഴത്തെ പേരെന്ത്? വഡോദര. ഗുജറാത്തിലെ ഒരു പ്രധാന നഗരമായ ബറോഡ ഔദ്യോഗികമായി വഡോദര എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇത് ഗുജറാത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നും അറിയപ്പെടുന്നു. ചരിത്രപരമായി കൊച്ചിൻ എന്ന് അറിയപ്പെട്ടിരുന്ന നഗരത്തിന്റെ ഇപ്പോഴത്തെ പേരെന്ത്? കൊച്ചി. കേരളത്തിലെ ഒരു പ്രധാന തുറമുഖ നഗരമായ കൊച്ചിൻ ഔദ്യോഗികമായി കൊച്ചി എന്നറിയപ്പെടുന്നു. ഇത് അറബിക്കടലിന്റെ റാണി എന്നും അറിയപ്പെടുന്ന ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇന്ത്യയിൽ ചരിത്രപരമായി ബനാറസ് എന്നറിയപ്പെട്ടിരുന്ന പുണ്യനഗരം ഏതാണ്? വാരണാസി. ഉത്തർപ്രദേശിലെ ഒരു പുരാതനവും വിശുദ്ധവുമായ നഗരമാണ് വാരണാസി. ഇത് ഹിന്ദുക്കളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. മുൻപ് തൂത്തുക്കുടി എന്ന് അറിയപ്പെട്ടിരുന്ന തുറമുഖ നഗരത്തിന്റെ ഇപ്പോഴത്തെ പേരെന്ത്? തൂത്തുക്കുടി. തമിഴ്നാട്ടിലെ ഒരു പ്രധാന തുറമുഖ നഗരമാണ് തൂത്തുക്കുടി. ഇത് മുത്ത് നഗരം എന്നും അറിയപ്പെടുന്നു. ഇന്ത്യൻ പ്രധാന ഭൂപ്രദേശത്തിന്റെ ഏറ്റവും തെക്കേ അറ്റമായ മുൻപ് കേപ്പ് കൊമോറിൻ എന്ന് അറിയപ്പെട്ടിരുന്ന സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ പേരെന്ത്? കന്യാകുമാരി. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന കന്യാകുമാരി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റമാണ്. ഇത് ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവ സംഗമിക്കുന്ന സ്ഥലമാണ്. മുൻപ് ഗുൽബർഗ എന്ന് അറിയപ്പെട്ടിരുന്ന നഗരത്തിന്റെ ഇപ്പോഴത്തെ പേരെന്ത്? കലബുറഗി. കർണാടകയിലെ ഒരു പ്രധാന നഗരമായ ഗുൽബർഗ ഔദ്യോഗികമായി കലബുറഗി എന്ന് അറിയപ്പെടുന്നു. ഇത് ബാമണി സുൽത്താനേറ്റിന്റെ ആദ്യകാല തലസ്ഥാനമായിരുന്നു. മുൻപ് ബെൽഗാം എന്ന് അറിയപ്പെട്ടിരുന്ന നഗരത്തിന്റെ ഇപ്പോഴത്തെ പേരെന്ത്? ബെലഗാവി. കർണാടകയിലെ ഒരു പ്രധാന നഗരമാണ് ബെലഗാവി. ഇത് കരിമ്പ് നഗരം എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്ന് പലപ്പോഴും അറിയപ്പെടുന്നതും മുൻപ് ബാംഗ്ലൂർ എന്ന് അറിയപ്പെട്ടിരുന്നതുമായ നഗരത്തിന്റെ ഇപ്പോഴത്തെ പേരെന്ത്? ബംഗളൂരു. കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂർ ഔദ്യോഗികമായി ബംഗളൂരു എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇത് ഇന്ത്യയുടെ വിവരസാങ്കേതികവിദ്യാ രംഗത്തെ പ്രധാന കേന്ദ്രമാണ്. മുൻപ് മൈസൂർ എന്ന് അറിയപ്പെട്ടിരുന്ന നഗരത്തിന്റെ ഇപ്പോഴത്തെ പേരെന്ത്? മൈസൂരു. കർണാടകയിലെ ഒരു പ്രധാന സാംസ്കാരിക നഗരമാണ് മൈസൂർ. ഇത് കൊട്ടാരങ്ങളുടെ നഗരം എന്നും ദസറ ആഘോഷങ്ങൾക്കും പ്രശസ്തമാണ്. ഔദ്യോഗികമായി മൈസൂരു എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. മുമ്പ് തുങ്കൂർ എന്നറിയപ്പെട്ടിരുന്ന നഗരത്തിന്റെ ഇപ്പോഴത്തെ പേരെന്താണ്? തമകുരു. കർണാടകയിലെ ഒരു പ്രധാന നഗരമാണ് തുമകുരു. 2014-ൽ ഈ നഗരത്തിന്റെ പേര് തുങ്കൂറിൽ നിന്ന് തുമകുരു എന്നാക്കി മാറ്റി. വിദ്യാഭ്യാസ, വ്യാവസായിക മേഖലകളിൽ പ്രാധാന്യമുള്ള ഈ നഗരം കൽപ്പരു നാട് എന്നും അറിയപ്പെടുന്നു. മുമ്പ് അബിസീനിയ എന്നറിയപ്പെട്ടിരുന്ന രാജ്യത്തിന്റെ ആധുനിക പേരെന്താണ്? എത്യോപ്യ. ആഫ്രിക്കൻ വൻകരയിലെ ഒരു രാജ്യമാണ് എത്യോപ്യ. പുരാതന കാലം മുതൽക്ക് അബിസീനിയ എന്ന പേരിലാണ് ഈ രാജ്യം അറിയപ്പെട്ടിരുന്നത്. കിഴക്കൻ ആഫ്രിക്കയിലെ ഏറ്റവും പഴക്കമുള്ള സ്വതന്ത്ര രാജ്യങ്ങളിലൊന്നാണിത്. മുമ്പ് അങ്കോറ എന്നറിയപ്പെട്ടിരുന്ന നഗരത്തിന്റെ ആധുനിക പേരെന്താണ്? അങ്കാറ. തുർക്കിയുടെ തലസ്ഥാനമാണ് അങ്കാറ. പുരാതന കാലത്ത് അങ്കോറ എന്ന പേരിലാണ് ഈ നഗരം അറിയപ്പെട്ടിരുന്നത്. തുർക്കിയുടെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രങ്ങളിലൊന്നാണിത്. മുമ്പ് ബസുട്ടോലാൻഡ് എന്നറിയപ്പെട്ടിരുന്ന രാജ്യത്തിന്റെ ആധുനിക പേരെന്താണ്?
ലെസോത്തോ. ദക്ഷിണാഫ്രിക്കയുടെ ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ലെസോത്തോ. 1966-ൽ ബ്രിട്ടീഷ് കോളനിയായിരുന്ന ബസുട്ടോലാൻഡ് സ്വാതന്ത്ര്യം നേടി ലെസോത്തോ എന്ന പേര് സ്വീകരിച്ചു. ഈ രാജ്യം ഒരു പൂർണ്ണമായ എൻക്ലേവ് ആണ്. മുമ്പ് ബറ്റാവിയ എന്നറിയപ്പെട്ടിരുന്ന നഗരത്തിന്റെ ആധുനിക പേരെന്താണ്? ജക്കാർത്ത. ഇന്തോനേഷ്യയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ജക്കാർത്ത. ഡച്ച് കൊളോണിയൽ കാലഘട്ടത്തിൽ ഈ നഗരം ബറ്റാവിയ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഒരു പ്രധാന സാംസ്കാരിക കേന്ദ്രമാണിത്. മുമ്പ് ബർമ്മ എന്നറിയപ്പെട്ടിരുന്ന രാജ്യത്തിന്റെ ആധുനിക പേരെന്താണ്? മ്യാൻമാർ. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ ബർമ്മ 1989-ൽ മ്യാൻമാർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഈ മാറ്റം അന്താരാഷ്ട്ര തലത്തിൽ ചില വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷ ബർമീസ് ആണ്. മുമ്പ് സിലോൺ എന്നറിയപ്പെട്ടിരുന്ന രാജ്യത്തിന്റെ ആധുനിക പേരെന്താണ്? ശ്രീലങ്ക. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപ് രാജ്യമാണ് ശ്രീലങ്ക. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് ഈ രാജ്യം സിലോൺ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1972-ൽ ഇത് ശ്രീലങ്ക എന്ന പേര് സ്വീകരിച്ചു. നോർവേയുടെ തലസ്ഥാനമായ മുമ്പ് ക്രിസ്റ്റീന എന്നറിയപ്പെട്ടിരുന്ന നഗരത്തിന്റെ ആധുനിക പേരെന്താണ്? ഓസ്ലോ. നോർവേയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ഓസ്ലോ. ഡാനിഷ് രാജാവായ ക്രിസ്ത്യൻ നാലാമന്റെ പേരിൽ ക്രിസ്ത്യനിയ എന്നും ക്രിസ്ത്യാനിയ എന്നും ഈ നഗരം അറിയപ്പെട്ടിരുന്നു. 1925-ൽ ഇതിന് ഓസ്ലോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഹിസ്റ്റോളജി എന്നാൽ എന്ത്? കലകളെയും അവയവങ്ങളെയും കുറിച്ചുള്ള മൈക്രോസ്കോപ്പിക് പഠനം. ഹിസ്റ്റോളജി എന്നത് ടിഷ്യൂകളുടെയും അവയവങ്ങളുടെയും സൂക്ഷ്മഘടനയെയും അവയുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. ഇത് രോഗനിർണയത്തിലും വൈദ്യശാസ്ത്ര ഗവേഷണത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നു. ഓട്ടോളജി എന്നാൽ എന്ത്? ചെവിയുടെ സാധാരണവും രോഗാതുരവുമായ ശരീരഘടനയെയും പ്രവർത്തനങ്ങളെയും അതുപോലെ അതിന്റെ രോഗങ്ങൾ, രോഗനിർണയം, ചികിത്സ എന്നിവയെയും കുറിച്ച് പഠിക്കുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് ഓട്ടോളജി. ചെവിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയും അവസ്ഥകളെയും കുറിച്ച് പഠിക്കുന്ന ഒരു പ്രത്യേക വൈദ്യശാസ്ത്ര ശാഖയാണ് ഓട്ടോളജി. ഇതിന് ENT, ചെവി, മൂക്ക്, തൊണ്ട സ്പെഷ്യാലിറ്റിയുമായി അടുത്ത ബന്ധമുണ്ട്. ബയോളജിയിൽ ടിഷ്യൂ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഏതു വർഷം? സേവ്യർ ബിച്ചാർഡ് 1801-ൽ. ഫ്രഞ്ച് ശരീരശാസ്ത്രജ്ഞനും പാത്തോളജിസ്റ്റുമായ സേവ്യർ ബിക്കറ്റ്, മാരി ഫ്രോൺസ്വാ സേവിയ ബിച്ചാർഡ് ആണ് കലകളെക്കുറിച്ച് ടിഷ്യൂസ് ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തുകയും ടിഷ്യൂ എന്ന പദം പ്രചാരത്തിലാക്കുകയും ചെയ്തത്. അദ്ദേഹത്തെ ആധുനിക ഹിസ്റ്റോളജിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. ജന്തുക്കളിലെ 4 പ്രധാനതരം കലകൾ ഏതെല്ലാമാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ. ജന്തുശരീരത്തിൽ പ്രധാനമായും 4 തരം കലകൾ കാണപ്പെടുന്നു. ഈ കലകൾ ഓരോന്നിനും ശരീരത്തിൽ പ്രത്യേക ധർമ്മങ്ങളുണ്ട്. ഉദാഹരണത്തിന്, എപ്പിത്തീലിയൽ ടിഷ്യൂ സംരക്ഷണത്തിനും ശ്രവണത്തിനും ആഗിരണത്തിനും സഹായിക്കുന്നു. ഏത് തരം ജന്തുകലക്കാണ് രക്തക്കുഴലുകൾ ഇല്ലാത്തത്? അവാസ്കുലാർ. എപ്പിത്തീലിയൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂവിന് സ്വന്തമായി രക്തക്കുഴലുകൾ ഇല്ലാത്തതിനാൽ അടിയിലുള്ള കണക്റ്റീവ് ടിഷ്യൂവിൽ നിന്നാണ് പോഷകങ്ങൾ ലഭിക്കുന്നത്. ഇത് ശരീരത്തിന്റെ ഉപരിതലങ്ങളെയും അറകളെയും ആവരണം ചെയ്യുന്നു. ശരീരത്തിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന ജന്തുകല ഏതാണ്? കണക്റ്റീവ് ടിഷ്യൂ. ശരീരത്തിലെ വിവിധ കലകളെയും അവയവങ്ങളെയും ബന്ധിപ്പിക്കുകയും താങ്ങു നൽകുകയും ചെയ്യുന്ന കലകളാണ് കണക്റ്റീവ് ടിഷ്യൂ. അസ്ഥികൾ, തരുണാസ്ഥികൾ, രക്തം, അഡിപ്പോസ് ടിഷ്യൂ എന്നിവയെല്ലാം കണക്റ്റീവ് ടിഷ്യൂവിന്റെ വിവിധ രൂപങ്ങളാണ്. മനുഷ്യ ശരീരത്തിന്റെ ഏകദേശം എത്ര ശതമാനമാണ് കണക്റ്റീവ് ടിഷ്യൂക്കൾ അടങ്ങിയിരിക്കുന്നത്? ഏകദേശം 30%. കണക്റ്റീവ് ടിഷ്യൂകൾ മനുഷ്യശരീരത്തിന്റെ ഘടനയെയും പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ശരീരത്തിലെ മറ്റ് കലകളെക്കാൾ കൂടുതൽ വ്യാപകമായതിനാൽ ഇത് ശരീരഭാരത്തിന്റെ വലിയൊരു ഭാഗം വരുന്നു. കണക്റ്റീവ് ടിഷ്യൂവിന്റെ 3 പ്രധാന വിഭാഗങ്ങൾ ഏതെല്ലാമാണ്? കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പർ, സ്കെലറ്റൽ ടിഷ്യൂ, വാസ്കുലാർ ടിഷ്യൂ.
കണക്റ്റീവ് ടിഷ്യൂക്കളെ പ്രധാനമായും 3 വിഭാഗങ്ങളായി തരംതിരിക്കുന്നു. കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പറിൽ അയഞ്ഞതും സാന്ദ്രവുമായ ടിഷ്യൂകൾ ഉൾപ്പെടുന്നു. അസ്ഥികളും തരുണാസ്ഥികളും സ്കെലറ്റൽ ടിഷ്യൂവിൽ വരുന്നു. രക്തവും ലിംബും വാസ്കുലാർ ടിഷ്യൂവിന്റെ ഭാഗമാണ്. മസ്കുലാർ ടിഷ്യൂവിന്റെ പ്രധാന ധർമ്മം കാരണം അതിനെ മറ്റൊരു പേരിൽ എങ്ങനെ അറിയപ്പെടുന്നു? കൺട്രാക്ടൈൽ ടിഷ്യൂ. മസ്കുലാർ ടിഷ്യൂവിന് സങ്കോചിക്കാനും വികസിക്കാനുമുള്ള കഴിവുള്ളതിനാലാണ് ഇതിനെ കൺട്രാക്ടൈൽ ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. ഈ സങ്കോചശേഷി ശരീരത്തിലെ ചലനങ്ങൾക്കും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും അത്യാവശ്യമാണ്. മനുഷ്യശരീരത്തിന്റെ ഏകദേശം എത്ര ശതമാനം പേശി കലകൾ അടങ്ങിയതാണ്? ഏകദേശം 40 മുതൽ 50% വരെ. മനുഷ്യശരീരത്തിലെ പേശി കലകൾ ചലനം, താപ ഉത്പാദനം, ശരീരനില എന്നിവയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ശരീരഭാരത്തിന്റെ വലിയൊരു ഭാഗം പേശികൾ വഹിക്കുന്നു. പേശി കലകൾ പ്രധാനമായും എത്ര തരത്തിലുണ്ട്? അവ ഏതെല്ലാം? 3 തരത്തിലുണ്ട്: രേഖീയ പേശികൾ, സ്ട്രയേറ്റഡ് മസിൽസ്, അരേഖീയ പേശികൾ, അൺസ്ട്രയേറ്റഡ് മസിൽസ്, ഹൃദയപേശികൾ, കാർഡിയാക് മസിൽസ്. മനുഷ്യശരീരത്തിലെ പേശികൾ പ്രധാനമായും 3 തരത്തിലാണ്. ഇവ ഓരോന്നിനും വ്യത്യസ്തമായ ധർമ്മങ്ങളും സ്ഥാനങ്ങളുമുണ്ട്. ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സഹായിക്കുന്നു. ഏത് തരം പേശി കലകളെയാണ് ഐച്ഛിക പേശികൾ, വോളണ്ടറി മസിൽസ് എന്നും വിളിക്കുന്നത്? രേഖീയ പേശികൾ, സ്ട്രയേറ്റഡ് മസിൽസ്. രേഖീയ പേശികൾ അസ്ഥികളുമായി ബന്ധിപ്പിച്ച് കാണപ്പെടുന്നവയാണ്. ഇവയുടെ പ്രവർത്തനം നമ്മുടെ ഇച്ഛാനുസരണം നിയന്ത്രിക്കാൻ സാധിക്കുന്നതുകൊണ്ട് ഇവയെ ഐച്ഛിക പേശികൾ എന്ന് വിളിക്കുന്നു. ഏത് തരം പേശി കലകളെയാണ് അസ്ഥിപേശികൾ, സ്കെലറ്റൽ മസിൽസ് എന്നും വിളിക്കുന്നത്? രേഖീയ പേശികൾ, സ്ട്രയേറ്റഡ് മസിൽസ്. രേഖീയ പേശികൾ എല്ലുകളുമായി നേരിട്ട് ബന്ധിപ്പിച്ച് ശരീരത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. അതുകൊണ്ടാണ് ഇവയെ അസ്ഥിപേശികൾ എന്നും അറിയപ്പെടുന്നത്. ഏത് തരം പേശി കലകളെയാണ് അനൈച്ഛിക പേശികൾ, ഇൻവോളണ്ടറി മസിൽസ് എന്നും വിളിക്കുന്നത്? അരേഖീയ പേശികൾ, അൺസ്ട്രയേറ്റഡ് മസിൽസ്, അല്ലെങ്കിൽ മിനുസമുള്ള പേശികൾ, സ്മൂത്ത് മസിൽസ്. അരേഖീയ പേശികൾ ആന്തരികാവയവങ്ങളായ ദഹനവ്യവസ്ഥ, രക്തക്കുഴലുകൾ എന്നിവയുടെ ഭിത്തികളിൽ കാണപ്പെടുന്നു. ഇവയുടെ പ്രവർത്തനം നമ്മുടെ ഇച്ഛാശക്തിക്ക് അതീതമാണ്. അതുകൊണ്ട് ഇവയെ അനൈച്ഛിക പേശികൾ എന്ന് പറയുന്നു. ഹൃദയപേശികൾ, കാർഡിയാക് മസിൽസ്, മനുഷ്യശരീരത്തിൽ എവിടെയാണ് പ്രധാനമായും കാണപ്പെടുന്നത്? ഹൃദയഭിത്തികളിൽ മാത്രം. ഹൃദയപേശികൾ ഹൃദയത്തിന്റെ ഭിത്തികളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം അനൈച്ഛിക പേശിയാണ്. ജീവിതാവസാനം വരെ തടസ്സമില്ലാതെ ഹൃദയമിടിപ്പ് നിലനിർത്താൻ ഇവ സഹായിക്കുന്നു. ഹൃദയപേശികളുടെ നാഡീവിതരണത്തെയും ഹൃദയമിടിപ്പിനെയും കുറിച്ചുള്ള ശ്രദ്ധേയമായ സവിശേഷത എന്താണ്? ഹൃദയത്തിലേക്ക് പോകുന്ന നാഡികൾ മുറിച്ചുമാറ്റിയാലും ഹൃദയം സാധാരണ വേഗതയിൽ മിടിക്കുന്നത് തുടരും. ഇത് അതിന്റെ മയോജനിക് സ്വഭാവം, മയോജനിക് നേച്ചർ, വ്യക്തമാക്കുന്നു. ഹൃദയപേശികൾക്ക് സ്വന്തമായി സങ്കോചിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഹൃദയത്തിന്റെ പ്രവർത്തനം നാഡീവ്യൂഹത്തിൽ നിന്ന് വേർപെടുത്തിയാലും സ്വയം തുടരുന്നത്. ഈ പ്രത്യേകതയാണ് മയോജനിക് സ്വഭാവം എന്നറിയപ്പെടുന്നത്. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ പേശിയും ഏറ്റവും ചെറിയ പേശിയും ഏതാണ്? ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ്, ഇടുപ്പ് പേശി, ആണ്. ഏറ്റവും ചെറിയ പേശി സ്റ്റാപ്പിഡിയസ്, ചെവിയിലുള്ളത്, ആണ്. ശരീരത്തിലെ ഏറ്റവും വലിയ പേശിയായ ഗ്ലൂട്ടിയസ് മാക്സിമസ് കാലുകളെ ചലിപ്പിക്കാൻ സഹായിക്കുമ്പോൾ ഏറ്റവും ചെറിയ പേശിയായ സ്റ്റാപ്പിഡിയസ് കേൾവിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ധർമ്മം നിർവഹിക്കുന്നു. ഇവ രണ്ടും മനുഷ്യ ശരീരത്തിലെ പേശികളുടെ വൈവിധ്യം എടുത്തു കാണിക്കുന്നു. നാഡീകലകളുടെ ഘടനാപരവും പ്രവർത്തനപരവുമായ യൂണിറ്റുകൾ ഏതാണ്? ന്യൂറോണുകൾ, നാഡീകോശങ്ങൾ. നാഡീവ്യൂഹത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായ ന്യൂറോണുകളാണ് ശരീരത്തിലെ വൈദ്യുത രാസ സിഗ്നലുകൾ കൈമാറ്റം ചെയ്യുന്നത്. ചിന്ത, ഓർമ്മ, ചലനം, സംവേദനം തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവ അത്യന്താപേക്ഷിതമാണ്. മനുഷ്യശരീരത്തിലെ ദഹനപ്രക്രിയയുടെ പ്രധാന 5 ഘട്ടങ്ങൾ ഏതെല്ലാം? ആഹാരം ഉള്ളിലെടുക്കൽ, ഇൻജസ്റ്റൻ, ദഹനം, ഡൈജസ്റ്റൻ, ആഗിരണം, അബ്സോർപ്ഷൻ, സ്വാംശീകരണം, അസിമിലേഷൻ, മലവിസർജനം, ഡെഫെക്കേഷൻ. ദഹനപ്രക്രിയ ശരീരത്തിന് ഊർജ്ജവും പോഷകങ്ങളും നൽകുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഈ 5 ഘട്ടങ്ങളിലൂടെയാണ് ഭക്ഷണം പൂർണ്ണമായും സംസ്കരിച്ച് പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുകയും മാലിന്യങ്ങൾ പുറന്തള്ളുകയും ചെയ്യുന്നത്.
മനുഷ്യന്റെ ദഹനനാളത്തിന്റെ ശരാശരി നീളം എത്രയാണ്? അതിൽ ഏറ്റവും നീളം കൂടിയ ഭാഗം ഏതാണ്? ശരാശരി 8 മുതൽ 10 വരെ മീറ്ററാണ് നീളം. ചെറുകുടലാണ് ഏറ്റവും നീളം കൂടിയ ഭാഗം, ഏകദേശം 6 മീറ്റർ. മനുഷ്യന്റെ ദഹനവ്യവസ്ഥയുടെ പ്രധാന ഭാഗമാണ് അന്നനാളം. ഇത് വായ മുതൽ മലദ്വാരം വരെ നീളുന്നു. പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നതിൽ ചെറുകുടലിന് നിർണായക പങ്കുണ്ട്. മനുഷ്യന്റെ ചെറുകുടലിന്റെയും വൻകുടലിന്റെയും പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാം? ചെറുകുടലിന് ഡുവോഡിനം, ജെജുനം, ഇലിയം എന്നിങ്ങനെയും വൻകുടലിന് സീക്കം, കോളൻ, റെക്ടം എന്നിങ്ങനെയും ഭാഗങ്ങളുണ്ട്. ദഹനവ്യവസ്ഥയിലെ പ്രധാന അവയവങ്ങളാണ് ചെറുകുടലും വൻകുടലും. ചെറുകുടൽ പോഷകങ്ങൾ ആഗിരണം ചെയ്യുമ്പോൾ വൻകുടൽ വെള്ളം ആഗിരണം ചെയ്യുകയും മാലിന്യങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നു. മനുഷ്യന്റെ ദഹനവ്യവസ്ഥയിൽ സീക്കത്തോട് ചേർന്നിരിക്കുന്ന അവയവം ഏതാണ്? വെർമിഫോം അപ്പെൻഡിക്സ്. വെർമിഫോം അപ്പെൻഡിക്സ് എന്നത് മനുഷ്യശരീരത്തിലെ ഒരു അവശേഷിച്ച അവയവമാണ്. ഇതിന് പ്രത്യക്ഷമായ ഒരു ധർമ്മമില്ലെങ്കിലും ചില പഠനങ്ങൾ ഇതിന് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒരു ചെറിയ പങ്കുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. വയറ്റിലെ അസിഡിറ്റി നിർവീര്യമാക്കാൻ സാധാരണയായി ഒരു ആന്റാസിഡായി ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണ്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, പാൽ ഓഫ് മഗ്നീഷ്യ, ഒരു ആൽക്കലൈൻ സംയുക്തമാണ്. ഇത് വയറ്റിലെ അധിക ആസിഡിനെ നിർവീര്യമാക്കാനും നെഞ്ചരിച്ചിൽ, ദഹനക്കേട് എന്നിവ ഒഴിവാക്കാനും സഹായിക്കുന്നു. ഒരു സാധാരണ മുതിർന്ന മനുഷ്യന് എത്ര സ്ഥിരം പല്ലുകളുണ്ടാകും? 32 പല്ലുകൾ. ഒരു മുതിർന്ന മനുഷ്യന് സാധാരണയായി 32 സ്ഥിരം പല്ലുകൾ ഉണ്ടാകും. ഇവ ആഹാരം ചവച്ചരക്കാനും സംസാരിക്കാനും സഹായിക്കുന്നു. ഈ പല്ലുകളിൽ ഇൻസിസറുകൾ, കനൈനുകൾ, പ്രീമോളാറുകൾ, മോളാറുകൾ എന്നിവ ഉൾപ്പെടുന്നു. ശിശുക്കളിൽ എത്ര പാൽപ്പല്ലുകൾ, ഡെസിഡ്യൂസ് ടീത്ത്, ഉണ്ടാകും? 20 പല്ലുകൾ. ശിശുക്കളിൽ ആദ്യം വരുന്ന പല്ലുകളാണ് പാൽപ്പല്ലുകൾ അഥവാ താത്കാലിക പല്ലുകൾ. ഇവ ഏകദേശം 6 മാസം മുതൽ 2 മുതൽ 3 വരെ വയസ്സിനുള്ളിൽ വരുന്നു. ഈ പല്ലുകൾ പിന്നീട് കൊഴിഞ്ഞ് സ്ഥിരം പല്ലുകൾക്ക് വഴിമാറുന്നു. മനുഷ്യശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള പദാർത്ഥം ഏതാണ്? പല്ലിന്റെ മുകളിലത്തെ പാളിയുടെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇനാമലാണ് ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള പദാർത്ഥം. പല്ലിന്റെ മുകളിലത്തെ പാളി പ്രധാനമായും കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനാമൽ പല്ലിന്റെ പുറംഭാഗത്തെ ആവരണം ചെയ്യുന്നതും ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ളതുമായ ഭാഗമാണ്. ഇത് പല്ലുകളെ ദ്രവിച്ചുപോകാതെ സംരക്ഷിക്കുന്നു. കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം കാർബണേറ്റ് തുടങ്ങിയ ധാതുക്കളാണ് ഇതിന് ഈ കടുപ്പം നൽകുന്നത്. നാവിന്റെ ഏത് ഭാഗങ്ങളാണ് യഥാക്രമം മധുരം, കയ്പ്, പുളി എന്നീ രുചികൾ തിരിച്ചറിയാൻ പ്രധാനമായും സഹായിക്കുന്നത്? നാവിന്റെ മുൻഭാഗം മധുരം, പിൻഭാഗം കയ്പ്, വശങ്ങൾ പുളി എന്നിവ തിരിച്ചറിയുന്നു. നാവിന്റെ ഉപരിതലത്തിൽ രുചിമുകുളങ്ങൾ അഥവാ ടേസ്റ്റ് ബഡ്ഡുകളുണ്ട്. ഇവയാണ് വ്യത്യസ്ത രുചികൾ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. എല്ലാ രുചികളും നാവിന്റെ എല്ലാ ഭാഗങ്ങളിലും തിരിച്ചറിയാൻ കഴിയും എന്നത് ശ്രദ്ധിക്കുക.